ഇല്ലുമിനാറ്റി ആണോ? ഇല്ലുമിനാറ്റി ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോകത്തിന് ഭരിക്കുന്ന ഒരു എല്ലാവിടെയും ഉണ്ട് എന്നാൽ എല്ലാവിടെയും ആരും കാണില്ല എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട്. അതിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇല്ലുമിനാറ്റി ആണോ? ഇല്ലുമിനാറ്റി ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതാണ് ലോകത്തിനെ വരിഞ്ഞു മുറുക്കുന്നത്. അവരെവിടെയും കാണില്ല എന്നാൽ അവരവിടെയും ഉണ്ട്. ആ ശക്തി ഇല്ലാണ്ടായിട്ട് ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. 9 വിഷം ഒരു സ്പെഷ്യൽ അളവിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഔഷധമായിട്ട് മാറും. അത് ആർക്കും അറിയില്ല, വളരെ അപൂർവമായിട്ടുള്ള ഒരു കൂട്ടാണ്. അത് ചെയ്തിട്ട് ഗ്രാനൈറ്റിനെക്കാളും കടുപ്പും ഔഷധമായിട്ട് മാറി അതിന് അഭിഷേകം ചെയ്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്, ശരീരം നല്ലതാന്ന് പറയാം. സ്പെഷ്യലായിട്ട് ലോകത്തെ എവിടെ ഇല്ലാത്ത പ്രത്യേകതയുള്ള ഒരു വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിന് ഒരു പ്രത്യേകത, ജ്ഞാനദണ്ഡായുധപാണി എന്നാണ് നാം പഴനി മുരുകനെ വിളിക്കുക. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠിച്ച അമ്പലം മുരുകൻ അമ്പലമാണ്. ശ്രീനാരായണ ഗുരുദേവന് മുരുകൻ ദർശനം കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ചട്ടംസ്വാമി മുരുകഭക്തനാണ്. വേദകാലഘട്ടത്തിന് മുന്നേ തന്നെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ദൈവമാണ് മുരുകൻ. മുങ്ങിപ്പോയ കുമാരികാണ്ഡത്തിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയും അവിടെയുള്ള മനുഷ്യരെയൊക്കെ സിവിലൈസ് ചെയ്തു എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മുരുകൻ്റെ ഒരു സാന്നിധ്യം മിക്ക റിലീജിയനുകളും നമുക്ക് കാണാൻ പറ്റും. മുരുകനെ സിദ്ധനെന്നും സയൻറ്റിസ്റ്റ് എന്നും ഒക്കെ പറയുന്ന സ്റ്റഡീസ് ഉണ്ട്. പക്ഷേ ഒരു ആര്യൻ സുപ്രമസിയുടെ ഭാഗമായിട്ടാണോ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ദ്രാവിഡനായ മുരുകനെ നോർത്തിലേക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ എത്രത്തോളം സാധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ മുരുകൻ്റെ പ്രചാരം വളരെ ഏറി വരികയാണ്. ഇതിനെല്ലാം കാരണക്കാരനായ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി. രജിത് സർ, വെൽക്കം. എന്താണ് മുരുകൻ്റെ പുതിയ വിശേഷങ്ങൾ? എന്താ പറയാ, അദ്ദേഹത്തിന് പ്രാർത്ഥിച്ച് അദ്ദേഹം അനുസരിച്ച് ജീവിക്കണ ഒരു ഭക്തനാണ് ഞാൻ. ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ചെറിയൊരു തിരുത്തുണ്ട്. കാരണം നോർത്തില് മുരുക പൂജ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം നമ്മുടെ ഗുപ്ത കാലഘട്ടത്തില് രാജാക്കന്മാർ, അതായത് വിക്രമാദിത്യന്റെ മകന്റെ പേര് സ്കന്ദഗുപ്ത. അവന്റെ അനിയന്റെ പേരും അതുപോലെ അല്ല, ആളുടെ മകന്റെ പേര് കുമരഗുപ്ത. സ്കന്ദൻ കുമര എന്നുള്ളത് മുരുകന്റെ പര്യായങ്ങളാണ്. അപ്പോൾ രാജാക്കന്മാർക്ക് ആ പേരുണ്ടെങ്കിൽ ഉറപ്പാണ്, എന്താ പറയാ, എത്രയോ ആൾക്കാർക്ക് ആ പേരുണ്ടാവും. അപ്പൊ അത്രയോ ആൾക്കാരെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല, മുരുകന്റെ കോയിൻ അവർ ഇറക്കിയിട്ടുണ്ട് ഗുപ്ത കാലഘട്ടത്തിൽ. മുരുകന്റെ പടം വെച്ച കോയിൻ അതിപ്പോഴും ഡൽഹി മ്യൂസിയത്തിലുണ്ട്, ഞാൻ കണ്ടിട്ട് പോയിട്ട്. അപ്പോ കോയിൻ ഇറക്കാൻ മാത്രം ഇമ്പോർട്ടന്റ് ഒരു ദൈവത്തിന് ഉണ്ടാവണമെങ്കിൽ എത്രയോ ആൾക്കാർ അത് ഫോളോ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായും അത് മാത്രമല്ല, വിദേശ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, മധ്യപ്രദേശില്. അത് ചന്ദ്രഗുപ്തന്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള 18 ഗുഹാക്ഷേത്രങ്ങളാണ്. അത് ഒരു വലിയൊരു പാറയിൽ തുറന്നുണ്ടാക്കിയത്. ഇപ്പൊ അത് യുനെസ്കോയുടെ കീഴിലാണ്. അതിൽ 3ാമത്തെ ഗുഹയില് മുരുകന്റെ വിഗ്രഹം ഏകദേശം പഴനിയാണ്ട പോലെ തന്നെയാണ് ആ വിഗ്രഹം. അപ്പൊ അത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോ ഒരു കാലത്ത് നോർത്ത് ഇന്ത്യയില് വളരെയധികം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, കാളിദാസൻ കാളിദാസനാണ് എഴുതിയിരിക്കുന്നത്. വിക്രമാദിത്യന്റെ നവസദസ്സിലെ ആള് കുമാരസംഭവം മുരുകന്റെ ജന്മാണ്. അപ്പൊ കാളിദാസനെ പോലുള്ള ആള് മുരുകന്റെ ജന്മത്തെ കുറിച്ച് എഴുതിയ കാവ്യം അതേത് ഭാഷയിൽ? സംസ്കൃതത്തില്. അപ്പോ ഉറപ്പായിട്ട് ഒരു കാലത്ത് അത് ഭയങ്കരമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്. ഇടയ്ക്ക് വെച്ചിട്ട് അതൊന്ന് ഇതായിട്ട് അതെന്താ കാരണം എനിക്കറിയില്ല. ചില പഠനങ്ങളാട്ടെ, എൻ്റെ അഭിപ്രായം പഠനങ്ങളാണ്. ബുദ്ധമതക്കാർ വരുമ്പോ വാർ ഓഫ് ഗോഡായ മുരുകവാനെ അവര് സമാധാനത്തിന്റെ മാറ്റി എന്നുള്ള ലെവലിലൊക്കെ ഒരു പഠനങ്ങൾ കണ്ടു. ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കാലത്ത് വളരെ ഭയങ്കരമായിട്ടിരുന്നു. ഇടക്കാലത്ത് അത് ഇല്ലാണ്ട് വളരെ കുറഞ്ഞു. ഇപ്പൊ തിരിച്ചു കയറി വരുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. വന്നേ പറ്റൂ, കാരണം അത് മുരുകയുഗമാണ്. അപ്പൊ ഇതൊക്കെ അതെ, മുരുകയുഗം എന്ന് പറയാനായിട്ടുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? എനിക്കറിയാം, ഒരുപാട് മുരുക ഭഗവാന്റെ ഡയറക്ഷൻസ് ഒക്കെ കിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷെ ഒരു ഡയറക്ഷൻ വരും, ഞാൻ ചെയ്യും. അങ്ങനെ പല പല രാജ്യങ്ങളിലായിട്ടൊക്കെ ഇപ്പൊ പോകുന്നുണ്ട്. ഇപ്പൊ ചൈനയിലോ എവിടെയൊക്കെ പോയ കഥകളൊക്കെ ഞാൻ കേട്ടു. ഇപ്പൊ എന്താണ് അവസ്ഥ? മുരുകന്റെ പുതിയ ഡയറക്ഷൻസ് എന്തൊക്കെയാണ്? ഇല്ല, എൻ്റെ ഇപ്പോഴത്തെ ലെവലിൽ എൻ്റെ ഒരു സിക്കിമിലായിരുന്നു ലാസ്റ്റ് ഡ്യൂട്ടി. മെയ് 1 അഗ്നിയാഗം നടത്തിയത്. അതാണ് മെയിൻ ഡ്യൂട്ടിയോട് കൂടി. ഇപ്പൊ ഞാൻ കുറച്ച് അഞ്ചാമത്തെ യാഗമായിരുന്നു. പഞ്ചഭൂതങ്ങൾ 5ാമത്തെ, ഞാൻ 6ാമത്തെ യാഗം. 6 യാഗമാണ് പറഞ്ഞിട്ടുള്ളത്, 5 കഴിഞ്ഞു. അപ്പൊ 6ാമത്തെ യാഗം ടൈം കാലം എന്നുള്ളത്. ആ യാഗത്തിന് മുമ്പ് ഒരു അമ്പലം ഭഗവാന് ഉണ്ടാവണം. അവിടെ ഭഗവാന്റെ ഒരു സിംഹാസനം ഉണ്ടാവണം.
അപ്പോൾ അത് കഴിഞ്ഞൊരു മുരുക സമ്മേളനം നടത്തണം ആ യാഗത്തിനോടനുബന്ധിച്ച്. അന്ന് വളരെ കാലത്ത് വിട്ടുപോയ സംസ്കാരം, മുരുക സംസ്കാരത്തിലത്തെ ആൾക്കാരൊക്കെ പ്രതിനിധികളെ കയ്യിലേക്ക് വിളിക്കണം. അതൊരു വലിയൊരു ഇതാണ്. അതിന്റെ ഇടയിലുള്ള ഒരു ചെറിയ ഇടവേളയിലാണ് ഞാൻ കഴിഞ്ഞ 5 യാഗങ്ങൾ ചെയ്തെന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടു യാഗം എന്നതുകൊണ്ട് എന്താണ് അവിടെ ചെയ്യാറ്, ഓരോ യാഗത്തിന്റെയും കാര്യങ്ങൾ പറയാവോ? യാഗം എന്നുള്ളത് ചെയ്യണത് നമ്മളിപ്പോ 5 യാഗം ചെയ്യണത്, ഒരു യാഗം സംസ്കൃതത്തിലും ബാക്കി 4 യാഗം തമിഴ് മുറയിലാണ് ചെയ്തത്. അപ്പോ കാരണം തമിഴ് മുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ തഞ്ചാവൂരിൽ നിന്നുള്ള ശിവടിയർമാര് ഉണ്ടായിരുന്നു. അവര് വന്നിട്ടാണ് യാഗം ചെയ്യുക. ചേട്ടൻ അവരോട് പറയോ ഇന്നതൊക്കെയാണ് ഡിമാൻഡ്സ്, അത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് വന്നിട്ട് ചെയ്യും. പക്ഷെ ആ യാഗത്തിന് ഓരോന്നിനും ഓരോ കാരണങ്ങൾ ഒരുപാട് പറഞ്ഞതാണ്. ഓരോന്നിനും കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ ഭാരതത്തിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് അതിശയം. ഒരു ആധ്യാത്മിക അല്ലെങ്കിൽ സ്പിരിച്വൽ മാർഗത്തിലൂടെ പോകുന്ന ആൾക്ക് ദേശീയതയിലും അല്ലെങ്കിൽ നേഷൻ ഫസ്റ്റ് എന്നുള്ള നിലയിൽ എന്താണ് അവിടെ കാര്യം? ഭക്തിയും ദേശീയതയും കൂട്ടിച്ചേർക്കുന്നത് അല്ല മാർക്കെ. അത് ഒരുപാട് കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സമയത്ത് ഭക്തി പ്രസ്ഥാനങ്ങൾ എന്താ ചെയ്ത, ഭക്തിനെ ദേശീയത കൂടിയത് സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. അതായത് ദേശീയത ഭക്തി ഇന്ത്യക്ക് ഒന്നാണ്, ഇഴുകി ചേർന്നതാണ്. അതല്ലാണ്ട് പറയണവര് അവരുടേതായ അജണ്ടകൾ നടപ്പാക്കുകയാണ്. അതായത് പറയാൻ പാടില്ല, നമ്മൾ പറയും, നമ്മള് ജയ് പഴനിയാണ്ടാന്ന് പറയുമ്പോ ജയ് ഭാരത് എന്ന് വിളിക്കും. അപ്പൊ ആ വിളിക്കുമ്പോൾ അത് എത്ര കാലത്ത് എത്രയോ ആൾക്കാര് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ആലോചിച്ചറിയാം. ഇപ്പൊ നമ്മുടെയൊക്കെ ഓരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോഴും മതത്തിൽ നിന്നുള്ള ആൾക്കാരാണ് വന്നിട്ട് പുതിയ ആശയങ്ങള് ചെയ്യാം. ഇപ്പൊ പുറത്തൊക്കെ ആണെങ്കിൽ മതത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നിട്ട് ഇത് പുരോഗമന കാര്യങ്ങൾ പറയും. നമ്മുടെ കാലത്തൊക്കെ എപ്പോഴും മതത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് നടക്കുന്നത്. ഇതിന്റെ ഒരു ഇഴുകി ചേർന്ന പിന്നെ ഭഗവാൻ നമുക്ക് കിട്ടിയ ഡ്യൂട്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുരുകന്റെ സംഘടന എന്നുള്ള ലെവലാണ്. അപ്പൊ നമ്മൾ ആ ഭക്തിനെ ഇതിന് കൂട്ടുക. അത് ഭാരതം ലോകത്ത് മുരുകന്റെ യുഗത്തില് ഒന്നാമതായിട്ട് മാറണം. അതിന്റെ ഡ്യൂട്ടികൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമകള് ഭഗവാന്റെ അനുഗ്രഹത്തിൽ ചെയ്ത് പോകുന്നു. അതിന്റെ റിസൾട്ട് പാസ്സായിട്ട് കിട്ടുന്നു. അപ്പൊ മുരുക ഭഗവാന്റെ ഇത് ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണോ പല ഇൻഡ്യൂഷൻസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പ്രവചനങ്ങളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കുറെ പ്രവചനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അടുത്ത എന്തെങ്കിലും ഒരു പ്രവചനം ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ പ്രവചനങ്ങളെന്ന് പറയാൻ പറ്റില്ല. എന്റെ കാര്യങ്ങളെ എനിക്കൊരു ഡ്യൂട്ടി തരുന്നു, ഈ ഡ്യൂട്ടി ചെയ്താൽ ഇന്ന റിസൾട്ട് കിട്ടും, അതാണ്. അല്ലാണ്ട് ഞാനിപ്പോ ഇത് അടുത്ത മാസം 3-ാം തീയതി ഒരു ഭൂകമ്പം ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാറിയില്ല. പക്ഷെ ഭഗവാൻ പറയാണ് ഇന്ന യാഗം നടത്തുക, ഇന്ന യാഗം നടത്തുമ്പോൾ ആ യാഗത്തിന്റെ റിസൾട്ട് ഇന്നതാണ്, ഇന്ന കാര്യത്തിന് വേണ്ടി ഇന്ന ഡ്യൂട്ടി ചെയ്യും. അതായത് നമ്മൾ വേറെ രീതിയിൽ നോക്കുമ്പോൾ ഒരു കാര്യം നടക്കണം, ആ കാര്യം നടക്കണമെങ്കിൽ ഈ ഡ്യൂട്ടി ചെയ്യണം. അപ്പൊ ഞാൻ പറയണത് ഈ ഡ്യൂട്ടി ചെയ്ത് ഈ കാര്യം നടക്കണം. അപ്പൊ വേണമെങ്കിൽ പ്രവചനമായിട്ട് പറയാം, വേണമെങ്കിൽ. അതായത് ഈ ഡ്യൂട്ടി നടന്നാൽ ഈ കാര്യം നടക്കും. അങ്ങനെ ആ കാര്യങ്ങൾ ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ നടക്കണു. അതുകൊണ്ടാണ് പറഞ്ഞേ. പലയിടത്തും പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും എന്റെ ഒരു ഓഡിയൻസ് വേറെയാണ്. അപ്പൊ നമ്മൾ ഓരോ ഡ്യൂട്ടിക്ക് ഉണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ കാര്യം തന്നെ സിംഹാസനം ഇംഗ്ലണ്ടിലാണ് പ്രതിഷ്ഠിക്കുന്നത് 2018. അതിന് കാരണം നമ്മുടെ ഉജ്ജയിനായിരുന്നു 0 ടൈം സോൺ ഒരു കാലത്ത്. അത് തിരിച്ച് പിന്നെ ഗ്രീനിജിലേക്ക് പോയി. ബ്രിട്ടൻ ലോകം അധികാരത്തിലൂടെ എത്തിയപ്പോൾ ഗ്രീനിജ് അതൊക്കെ തിരിച്ച് ഭാരതത്തിലേക്ക് വരണം. ഉജ്ജയിനായിരുന്നു. അത് നമുക്ക് പഠിച്ചറിയാൻ പറ്റും. ഉജ്ജയിനായിരുന്നു 0 ടൈം സോൺ. നമ്മുടെ ഇപ്പോഴും പഞ്ചാംഗം റെഡി ചെയ്യണത് ഉജ്ജയിൻ ടൈം വെച്ചിട്ടാ. ഇപ്പൊ കേരളത്തിലെ ടൈമും നമ്മുടെ ഇന്ത്യൻ ടൈം സോണോ ഒന്നാണ് ശരിക്കും. പക്ഷെ ശരിക്കും അത് കറക്റ്റ് അല്ല. കേരളത്തിലെ ടൈം ഉജ്ജയിൻ ടൈം നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്, ഒരു 20 മിനിറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ അത് പഞ്ചാംഗം റെഡി ചെയ്യുമ്പോൾ ഇവിടെ ഇത് പഞ്ചാംഗം ചെയ്താലും ഉജ്ജയിനത്തെ ടൈം വെച്ചിട്ടാണ് പഞ്ചാംഗം ചെയ്യുള്ളൂ. ഇന്നും അന്നത്തെ കാലത്ത് 0 ടൈം സോണായിട്ട് ഉജ്ജയിന് തന്നെയാണ് കണക്കാക്കിയിരുന്നത്. അപ്പൊ അതൊരു പ്രൗഡാണ് തിരിച്ചു വരിക എന്നുള്ളത്. പ്രൗഡ് മാത്രമല്ല, എനർജിയും കൂടിയാണ്. ആ ഒരു എനർജി ഇവിടെ ലോകം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പവർ ഭയങ്കര. അത് തിരിച്ചു എത്തുന്നത് 2018 ചെയ്തത്. കഴിഞ്ഞ 2 മാസം മുമ്പാണ് ധർമ്മപ്രധാൻ നമ്മുടെ കേന്ദ്രമന്ത്രി അത് ഡിക്ലെയർ ചെയ്തു, ലോകം ഉജ്ജയിനെ 0 ടൈം ആക്കണം എന്നുള്ളത്. അദ്ദേഹം അതായത് ഗവൺമെന്റ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 2018 ഒരാളുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ കാലം മാറുമ്പോൾ അത്ര ചില കാര്യങ്ങൾ നടക്കണം.
2020 നമ്മൾ സ്വിറ്റ്സർലൻഡിലൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു. ഇന്ത്യൻ റുപ്പീസ് ലോകത്ത് പവർഫുൾ, അവിടെ എല്ലാ രാജ്യങ്ങളിലും വിനിമയം ചെയ്യപ്പെടണം, ഡോളറേഷൻ നടക്കണം എന്ന് പറഞ്ഞിട്ട്. അന്നൊന്നും ആരും ചിന്തിക്കാതെ ഇന്ന് എത്ര പേര് ചൈനയും റഷ്യ ഇന്ത്യയൊക്കെ കൂടി അതിനുള്ള ഒരുക്കങ്ങൾ. അത് മാത്രമല്ല, ഇന്ത്യ ഇപ്പൊ UAE ആയിട്ട് പെട്രോൾ കൊടുക്കുന്നത് ഇന്ത്യൻ റുപ്പീസിലും അവരുടെ ദിനാറിലുമാണ്. ഇന്ത്യ റഷ്യ ആയിട്ടുള്ള നടത്തുന്നത് അവർ പ്രാദേശിക കറൻസിലാണ്, അവർ റൂബിളിലും ഇന്ത്യ റൂബിളിലും. പിന്നെ എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്തു തുടങ്ങി. അപ്പൊ ഇന്ന് ജപ്പാൻ പ്രധാനമന്ത്രി വരുന്നുണ്ട് ഇന്ത്യയിൽ, ഈ അവരുടെ ഒപ്പിടാൻ പോവാണ് യെന്നിലും രൂപയിലും ഇത് ട്രാൻസാക്ഷൻ. ഇതേപോലെ എത്ര രാജ്യങ്ങള് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. അപ്പൊ അതോ ചെയ്തു പോകുമ്പോൾ എന്താണ്ടാവുക, ഓട്ടോമാറ്റിക് ഡോളറേഷൻ വന്നു തുടങ്ങും. അത് നമ്മൾ ചെയ്തതെന്ന് 2020 ചെയ്തതാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ പോയി. 2022 ഇത് ചെയ്തു, നമ്മുടെ ചെന്തമിഴ് തമിഴന്മാർക്ക് ചോളന്മാർക്ക് വേണ്ടിയിട്ട് പോയി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാർലമെന്റിൽ ചോളമാരുടെ ചെങ്കോല് പ്രതിഷ്ഠിക്കുന്നത്. അത് പാർലമെന്റിൽ ഭയങ്കര പവർ ഉണ്ടാക്കിയ കാര്യമാണ്. ലോകത്തെ ഏത് ശക്തിക്കും തകർക്കാൻ വയ്യാത്തൊരു എനർജി അതിൻ്റെ ഉള്ളിലുണ്ട്. തമിഴ് മന്ത്രം ജപിച്ചിട്ട് അവിടെ പ്രതിഷ്ഠിച്ച കാരണം. അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് ഒക്കെ ഡോളറിനെ തൊട്ട ഇന്ത്യയിൽ തകർത്ത് തരുമാനാക്കും. പറ്റാത്തതിന് കാരണം ആ ഒരു എനർജി അവിടെ ഉള്ളതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഇത് ചെയ്തു, ഭാരതത്തിന് അടിയിൽ നിന്ന് നിധികൾ കിട്ടാൻ വേണ്ടി സ്കന്ദഭാരത മഹായാഗം. അതിനുശേഷം നമുക്കറിയാം ഇപ്പോൾ പെട്രോളിയം ആന്ധ്രമല്ല് കണ്ടുപിടിക്കണു, ആന്ധ്രയിൽ സ്വർണ്ണ ഖനനം തുടങ്ങണു, ഒരുപാട് കാര്യങ്ങൾ ഇനിയും കിട്ടും, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരും. അതൊക്കെ ഭാരതത്തിലെ അടുത്തടുത്ത ഘട്ടത്തിലേക്ക് വിടും. ഏറ്റവും ലാസ്റ്റ് അഗ്നിയാഗം ചെയ്തത് 2 യാഗമായിട്ടാണ് ചെയ്തത്, ഹോമമായിട്ട് ചെയ്തു. കഴിഞ്ഞ പോലെ 2025 മെയ് 1 അഗ്നിഹോമം ചെയ്തു പഴനിയിൽ വെച്ച്. അത് നമ്മൾ മാർച്ചിൽ ഡിക്ലെയർ ചെയ്തു. അന്ന് പഹൽഗാമില്ല. അപ്പം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഗ്നിഹോമം നടത്തുന്നത് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയിട്ടാണ്, മൃഗവാന്റെ സേനയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടിയിട്ടാണ്. അന്ന് പഹൽഗാമില്ല, ഒന്നും നടന്നിട്ടില്ല. പക്ഷേ അത് ഡിക്ലെയർ ചെയ്തിട്ട് മെയ് 1 നമ്മൾ ചെയ്യണ പഹൽഗാം നടന്നു. ഈ മെയ് 1 യാഗത്തിന്റെ തലേ ദിവസമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യൻ സേനയ്ക്ക് പാകിസ്ഥാൻ അടിക്കാൻ എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കാൻ ഡിക്ലെയർ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. ഇന്ത്യൻ പട്ടാളക്കാരിൽ ഭഗവാന്റെ അനുഗ്രഹം വർഷം, ഭഗവാന്റെ സേനയുടെ അനുഗ്രഹ വർഷം നടന്ന ആ ഒരു യുദ്ധമായിരുന്നു. 4 ദിവസം കൊണ്ട് പരിപാടി അവസാനിച്ച് ചുറ്റി കൂട്ടി വിട്ടു. പിന്നെ അവസാനം മെയ് 1 നമ്മൾ അഗ്നിയാഗം സിക്കിമിൽ വെച്ചിട്ടാണ് നടത്തിയത്. അതിന്റെ ഒരു എന്തായിരിക്കും സിക്കിമിൽ വെച്ച് നടന്നു. സിക്കിമിൽ വെച്ച് നടക്കാൻ അതിന് മെയിൻ ലക്ഷ്യം ഒന്നുള്ളൂ, ലോകത്തിനെ ഭരിക്കുന്ന ഒരു എല്ലാവിടെയും ഉണ്ട് എന്നാൽ എല്ലാവിടെയും ആരും കാണില്ല എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട്. അതിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇല്ലുമിനാറ്റി ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതാണ് ലോകത്തിനെ വലിഞ്ഞു മുറുക്കുന്നത്. അവരെവിടെയും കാണില്ല എന്നാൽ അവരെല്ലാവിടെയും ഉണ്ട്. അവരുടെ തീരുമാനങ്ങളാണ് എല്ലാവിടെയും നടക്കുക. അത് കൂടുതലും അമേരിക്ക അതായിട്ട് ബേസ് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത്. ആ ശക്തി ഇല്ലാണ്ടായിട്ട് ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറണം. ഭാരതത്തിനൊരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, ഒരു ഇലുമിനാറ്റി പവർ ഉണ്ട്. അത് മേലേക്ക് വരണം എന്ന് വെച്ചിട്ടാണ് മെയ് 1 നമ്മളിപ്പോൾ അഗ്നിയാഗം നടന്നത്. കണ്ടറിയാം, ഈ അടുത്ത കാലത്ത് ഭാരതത്തിന്റെ പ്രവൃത്തികൾ കാണാം. അമേരിക്ക പറഞ്ഞ ഒരു കാര്യം പോലും നമ്മൾ അംഗീകരിച്ചിട്ടില്ല. FCR കൊണ്ടുവന്നു. അതിന് അത്രയധികം ശക്തമായ ഭീഷണി വന്നത് അവിടുന്ന്. മാർക്ക് റൂബിയോ വന്നിട്ട് FCR പ്രഖ്യാപിച്ചു. ഇതുവരെ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പിട്ടിട്ടില്ല. ഡോളറിനെ തകർക്കതാ ജപ്പാനടക്കം വന്നിട്ട് ഒപ്പിടാൻ പോകണു. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങില്ല പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഓയിൽ തുടർച്ചയായി വാങ്ങിയത്. അപ്പോൾ റഷ്യക്ക് അങ്ങോട്ട് ഓയിൽ കൊടുക്കാൻ പോകണം. അപ്പോൾ ആ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ഒരു പിടുത്തമുണ്ടല്ലോ, അത് ലോകത്തുനിന്ന് ഇനി കുറഞ്ഞു വരും. അതിനു വേണ്ടി ചെയ്തതാ. അപ്പോൾ അതെല്ലാം എന്തിനു ചെയ്യണം, ഭഗവാന്റെ അനുഗ്രഹത്തില് ഭാരതത്തിന് വേണ്ടി ചെയ്യാന്നുള്ളത്. അപ്പോൾ ഭഗവാന്റെ ഡയറക്ഷൻ മൃഗീയത്തിൽ ഭാരതം പവർഫുൾ ആവും. അപ്പൊ ഈ LMRK എന്ന് പറയുന്ന സംഘടന ശരിക്കും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണോ, സ്പിരിച്വൽ ആണോ, എന്താണിത്? ദേശസ്നേഹികളുടെ കൂട്ടായ്മ, മുരുകഭക്തരായ ദേശസ്നേഹികളുടെ കൂട്ടായ്മ. പൊളിറ്റിക്സ് നമ്മൾ രാഷ്ട്രീയം പറയണില്ല, നമ്മൾ രാഷ്ട്രീയം പറയണേ ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയൂല. പക്ഷെ നമ്മൾ പറയുന്നതൊക്കെ ജിയോ പൊളിറ്റിക്സ് ആണ്. വേറെ ഇവിടുത്തെ രാഷ്ട്രീയം നമ്മൾ പറയാറില്ല. നമ്മൾ ജിയോ പൊളിറ്റിക്സ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ലോകത്തിനെ കാണുന്നത് ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ മതി.
അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ലോക സംസ്ഥാന സുഖനോഭവന്തോ അല്ല, ഭാരതം സുഖനോഭവന്തോ ചിന്തിക്കണ വിശ്വഗുരുവായിട്ട് ഭാരതം വരണം തന്നെയാണ്. അല്ലെങ്കിൽ ഇനി ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു തഴമ്പിച്ചാന്നറിയെങ്കിലും പറയാണ് 6 മുരുകക്ഷേത്രങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിൽ ഓരോ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഓരോ എനിക്ക് എന്തെങ്കിലും ഒരു പറഞ്ഞുതരും. അല്ല, അത് ശരിക്കും പറയാ 6 പട വീട് എന്നാ പറയാ. അതെ, അത് കുമാരികാണ്ഡത്തില് സമയത്ത് ഇതല്ല, ലോകം മുഴുവൻ ഉണ്ടായിരുന്നതാ 6 പട വീട്. അതായത് ഭഗവാന്റെ 6 ആർമി ക്യാമ്പാണത്. മുരുകൻ ദേവസേനാപതിയാണ്. അപ്പൊ മുരുകന്റെ സേനാപതിയുടെ സേനകളുടെ 6 ആർമി ക്യാമ്പാണ് കുമാരികാണ്ഡ സമയത്ത്. അത് ലോകം മുഴുവൻ 6 സ്ഥലത്തായിരുന്നു. ഇപ്പൊ നമ്മള് കാണണ്ടല്ലോ പട്ടാളക്കാർ, മറ്റേ നമ്മുടെ ശൂലം കുത്തി കാവടി എടുത്ത് വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ശരിക്കും അത് ആദ്യത്തെ ഫസ്റ്റ് റൂട്ട് മാർച്ച് ഫസ്റ്റാണത്. തങ്ങളുടെ സേന നായകനെ കാണാൻ വേണ്ടിയിട്ട് പട്ടാളക്കാര് ആയുധമേന്തി 6 പട വീട്ടിൽ നിന്ന് വന്ന് ഭഗവാനെ ദർശിച്ച് ക്യാപിറ്റലിൽ, കുമാരിയുടെ ക്യാപിറ്റലിൽ വന്ന് ഭഗവാന്റെ തങ്ങളുടെ ദളപതി കണ്ട് അനുഗ്രഹം വാങ്ങാനും സല്യൂട്ട് ചെയ്യാനും വേണ്ടി വരുന്ന മാർച്ച് ഫസ്റ്റ് ആയിരുന്നത്. അങ്ങനെ വരുന്ന ആൾക്കാർ എന്താ ചെയ്യുക? വീരന്മാരാണ്. അവര് വന്നിട്ട് പാട്ടുപാടി ഡാൻസ് കളിച്ചല്ലോ വരിക. അവര് വീരത പ്രദർശിപ്പിച്ചിട്ടാ വരിക. അതിന്റെ ബാക്കി പത്രാണ് ഇപ്പൊ കാണുന്ന വരവ്. അതുകൊണ്ടാണ് ഇപ്പോഴും ശൂലം കുത്തി കാവടി എടുത്ത് അത് ശരിക്കും ഒരു പട്ടാളക്കാർ വരുമ്പോ മറ്റേ വീണ വായിച്ചു വരൂ. അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അതിന്റെ ഒരു ബാക്കിപത്രം, അതിന്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ പട്ടാളക്കാർ അന്നത്തെ കാലത്ത് വീണ വായിച്ചു വരില്ലല്ലോ. അവരവരുടെ വീരത പ്രദർശിപ്പിച്ച് അവരുടെ അഭ്യാസം കാണിച്ചിട്ടാണ് വരിക, ആ യാത്ര ചെയ്ത് വരിക. ഫസ്റ്റ് റൂട്ട് മാർച്ച് വേണമെങ്കിൽ പറയാം, മിലിറ്ററി മാർച്ച് ഭഗവാന്റെ മാർച്ചാണത്, ലോകത്തിലെ ആദ്യത്തെ. ഇതിന് തുടർച്ചയായിട്ട് വരുമ്പോൾ വരുമ്പോഴാണ് ഈ ശൂലം കുത്തി തങ്ങളെ ധീരത കാണിച്ച് വീരം കാണിച്ച് വരുന്നത്. അനാചാരമൊന്നുമല്ല, അതിന്റെ തുടർച്ചയാണത്. ആ സ്ഥലം അത് കുമാരകാണ്ഡം കടലിലെടുത്ത് പോയപ്പോൾ അത് നേരെ തമിഴ്നാട്ടിൽ കൊണ്ടുവച്ചു. തമിഴ്നാട്ടിൽ കൊണ്ടുവച്ചിട്ട് 6 സ്ഥലത്ത് വെച്ച് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതാണ്. ശരിക്കുള്ള ഈ 6 അമ്പലങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു 6 സ്ഥലങ്ങൾ തമിഴ്നാട്ടിൽ, അതായത് ഇത് വെള്ളം എടുത്തു പോയപ്പോ മൈഗ്രേറ്റ് വന്ന ആൾക്കാര് വന്നെടുത്തു. ആ കൊണ്ടുവച്ച് 6 പട വീടാണ്. ഒന്ന് പഴനി, തിരുച്ചെന്തൂര്, തിരുപ്പറംകുണ്ട്രം, സാമിമല, തിരുത്തണി, പഴമുതിർച്ചോല. അതില് പഴനി, പഴനി നമുക്കറിയാം, മധുരയിലാണ് തിരുപ്പറംകുണ്ട്രവും പഴമുതിർച്ചോലയും. അതിന്റെ അടുത്ത് കുംഭകോണത്താണ് സാമിമല, ചെന്നൈയിലാണ് തിരുത്തണി, ഇപ്പുറത്ത് തിരുനെൽവേലി സൈഡാണ് തിരുച്ചെന്തൂർ. ഈ 6 ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് പഴനി തന്നെയാണ് അല്ലേ മെയിൻ? പഴനിയും എല്ലാം ഇതാണ്. പഴനി വലുതാണ്, തിരുച്ചെന്തൂർ തിരക്കുള്ള 2 അമ്പലങ്ങൾ 3 അമ്പലങ്ങൾ പറയുകയാണെങ്കിൽ പഴനിയുടെ ഫസ്റ്റ്, തിരുച്ചെന്തൂരോ സെക്കൻഡ്. തിരുച്ചെന്തൂരൊക്കെ ഭയങ്കര തിരക്കാ. പിന്നെ തിരുത്തണി, പിന്നെ തിരുപ്പറംകുണ്ട്രം, പഴമുതിർച്ചോല, സാമിമല. അങ്ങനെ പഴനിയിലത്തെ മുരുകന്റെ ഒരു പ്രതിഷ്ഠയ്ക്ക് എന്തോ പ്രത്യേകത അത് ഭോഗർനാഥർ സിദ്ധർ എന്ന് പറഞ്ഞ സിദ്ധർ വെച്ചിട്ടുള്ളതാ. ആ സിദ്ധർ നവപാഷാണം കൊണ്ടാണ്. 9 വിഷമാണ് അത്. ചില ആൾക്കാർ പറയും പാഷാണം എന്ന് പറഞ്ഞാൽ കല്ലെന്ന് അർത്ഥമുണ്ട്, 9 കല്ലാണ്. പാഷാണം എന്ന് പറഞ്ഞാൽ കല്ലെന്ന് അർത്ഥം സംസ്കൃതത്തിലാ. തമിഴ് സിദ്ധന്മാര് സംസ്കൃതം ഉപയോഗിക്കാറേ ഇല്ല. കാരണം അവരൊരിക്കലും സംസ്കൃതത്തിൽ ബുക്കുകൾ എഴുതിയിട്ടില്ല. അവരൊക്കെ തമിഴിലാണ് ചെയ്തിട്ടുള്ളൂ. 18 സിദ്ധന്മാരും തമിഴ്. അവരുടെ ബുക്കുകളൊക്കെ തമിഴില്ല. അപ്പോ ഭോഗനാഥർ സിദ്ധര അതിലത്തെ പ്രധാന സിദ്ധര. അപ്പൊ അദ്ദേഹം നവപാഷാണം കൊണ്ട് 9 വിഷം കൊണ്ട് അത് ഒരു സ്പെഷ്യൽ അളവിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഔഷധമായിട്ട് മാറും. അത് ആർക്കും അറിയില്ല, വളരെ അപൂർവമായിട്ടുള്ള ഒരു കൂട്ടാണ്. അത് ചൈനയിലേക്കൊക്കെ പോയിട്ട് അവിടുന്ന് കെമിക്കലൊക്കെ കൊണ്ടുവന്നിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്തിട്ട് ഗ്രാനൈറ്റിനെക്കാളും കടുപ്പും ഔഷധമായിട്ട് മാറി. അതുകൊണ്ട് അതിന് അഭിഷേകം ചെയ്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്, ശരീരത്തിന് നല്ലതാന്ന് പറയുന്നത്. സ്പെഷ്യലായിട്ട് ലോകത്തെ എവിടെ ഇല്ലാത്ത പ്രത്യേകതയുള്ള ഒരു വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ജ്ഞാനദണ്ഡായുധപാണി എന്നാണ് നാം പഴനി മുരുകനെ വിളിക്കുക. ജ്ഞാനത്തിന്റെ ദണ്ട് കയ്യിൽ പിടിച്ച് നിൽക്കുന്നവൻ ആരോ, അപ്പം ജ്ഞാനദണ്ഡായുധപാണി. ഒരു വടി പിടിച്ച് നിൽക്കുന്നതാണ്. ആ ദണ്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആ ദണ്ട് ജ്ഞാനത്തിന്റെ ദണ്ടാണ്. അതിലെല്ലാം ഉണ്ട്. അതൊരു പവർഫുൾ ആണ്. അപ്പൊ ഈ തമിഴ്നാട്ടിലാണല്ലോ കൂടുതൽ ഈ മുരുകന്റെ ബിലീവേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഒരു മലയാളിയായ രജിത്തേട്ടൻ LMRK എന്നൊക്കെ പറഞ്ഞ് മുന്നിട്ടിറങ്ങുമ്പോൾ ഈ തമിഴന്മാര് അതിനെ സപ്പോർട്ട് ചെയ്യാണോ, അത് അവർക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ?
ഒന്നാമത് തമിഴ്നാട് എന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠിച്ച അമ്പലം മുരുകൻ അമ്പലം. ശ്രീനാരായണ ഗുരുദേവന് മുരുകൻ ദർശനം കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയ അറിവാട്ടോ. ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠിച്ച മുരുകൻ അമ്പലം. അദ്ദേഹമാണല്ലോ കേരളത്തിലെ ഏറ്റവും ടോപ്പുള്ള. പിന്നെയുള്ള ചട്ടമ്പസ്വാമി മുരുകഭക്തരാണ്. അപ്പൊ ഇവരൊക്കെ മുരുകഭവനെ തിരുച്ചെന്തൂർ ശങ്കരാചാര്യരാണ് അവിടെ പോയിട്ട് ഉള്ള കാര്യങ്ങൾ സുബ്രഹ്മണ്യ ഭുജംഗൊക്കെ. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട സിദ്ധന്മാരൊക്കെ മുരുകഭവനെ പ്രാർത്ഥിച്ചിട്ടും ആ ദർശനം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതങ്ങനെ തമിഴ് മലയാളം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ ഒരു ഭൂമികയായിരുന്നു. തമിഴ്നാടും കേരളവും തമ്മിലൊക്കെ ഉണ്ടായ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ കൂടെ ചേർന്നാണ്. പിന്നെ എന്നോട് പേഴ്സണൽ ലെവലില് ഞാൻ ആദ്യം ഇതൊക്കെ പറഞ്ഞത് തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ 3 കൊല്ലമായിട്ടുള്ള 2023 തൊട്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. KSB ഉദ്യോഗസ്ഥനല്ലേ? അല്ല, ഞാൻ 2017 തൊട്ട് ഞാൻ തമിഴ്നാട്ടിൽ ഇന്റർവ്യൂ കൊടുക്കണതാ. തമിഴ്നാട്ടിലെ ആൾക്കാരോട് സംസാരിക്കണതാ. 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ 6 കൊല്ലവും ഞാൻ തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു. മലേഷ്യയിൽ തമിഴ് ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ അറിയപ്പെടുന്നത്. സിംഗപ്പൂർ അങ്ങനെയാണ്, ഓസ്ട്രേലിയയിൽ അങ്ങനെയുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ വന്നത്. അപ്പൊ അവരുടെ സ്വീകാര്യത കിട്ടിയ ശേഷമാണ് അവിടെ വന്നത്. അതായത് ഈ കുമാരികാണ്ഡം എന്ന് പറയുന്ന ഒരു സ്ഥലത്തില് മഡഗാസ്കർ, ഓസ്ട്രേലിയ എവിടെയൊക്കെ പോയി ഇപ്പൊ അതിന്റെ ചുറ്റും? ഞാൻ എല്ലാവിടെയും പോയിട്ടുണ്ട്. അവിടെ ഇപ്പുറത്തെ സൈഡില് റിയൂണിയൻ ഐലൻഡ് പോയിട്ടുണ്ട്, ഇപ്പുറത്തെ ഓസ്ട്രേലിയ പോയിട്ടുണ്ട്. കുമാരിക സൈഡൊക്കെ അതിന്റെ എല്ലാവിടെയും എത്തിയിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ തായ്വാൻ എത്തിയിട്ടുണ്ട്. തായ്വാനൊക്കെ അല്ല, ഇപ്പൊ ഈ നേരത്തെ നമുക്ക് 7 കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ അത്രയും ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ 8ാമതൊന്ന് കണ്ടുപിടിച്ചു ഒരു 3-4 വർഷം മുന്നേ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കുമാരികാണ്ഡത്തിനെ പറ്റിയിട്ടായിരിക്കും ഇവരൊക്കെ ഈ പറയുന്നതും, അല്ലെങ്കിൽ ലെമേർന്നോ അങ്ങനെ ഏതൊരു കുമാരികാണ്ഡം എന്ന് പറയുന്നത് ലെമേറിയത് കുമാരികാണ്ഡം ഒന്നാണ്. അപ്പൊ ഫിലിപ്പ് സ്ലേറ്റർ എന്ന് പറഞ്ഞ ഒരാളാണ്. ആള് ലിമൂർ എന്ന് പറഞ്ഞിട്ട് ജീവി ഇത് മഡഗാസ്കറിലും കണ്ടെത്തി, ഇന്ത്യയിലും കണ്ടെത്തി, ഓസ്ട്രേലിയ. അതൊരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പൊ ആണ് അയാളെ കുറിച്ച് പഠിച്ചിട്ട് ഇങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ ഈ 3 സ്ഥലങ്ങളിലും ഈ ഒരു ജീവിന്റെ ഇത് കണ്ടെത്തി. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന യാതൊരു 2500 കിലോമീറ്റർ അപ്പൊ അതുകൊണ്ട് ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആ ജീവിയുടെ പേരിൽ ലുമൂറിയ എന്ന് പറഞ്ഞ ഇത് ഉണ്ടാവണത് 1800-കളിലൊക്കെ ആട്ടോ. പക്ഷെ അതിന് വളരെ മുമ്പ് സംഘകാലത്തില് 18,000 വർഷം മുന്നേ അല്ല, ഇതിന് വളരെ മുമ്പ് സംഘകാല പുസ്തകത്തില് ഇദ്ദേഹത്തിന് സംഘകാലത്തിനെ കുറിച്ച് പുസ്തകങ്ങളെ കുറിച്ച് അറിയില്ല. സംഘകാലം എഴുതുന്ന ആൾക്കാർക്ക് ഇദ്ദേഹത്തെ കുറിച്ച്, കാരണം ഇത് വളരെ ടൈം പീരീഡ് വ്യത്യാസമാണ്. പക്ഷെ ആ ബുക്കിൽ ഇതേ ഭൂഖണ്ഡ സ്ഥലത്ത് ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു. അതിന് കുമാരികാണ്ഡം എന്ന് പേര് എഴുതിയിട്ടുണ്ട്. 2 കാലത്ത് ജീവിച്ചിരുന്ന 2 ആൾക്കാർ ഒരേ കാര്യത്തെ കുറിച്ച് എഴുതുകയാണ് അവിടെ കുമാരികാണ്ഡത്തിനെ കുറിച്ചിട്ട്. പിന്നെ ഇതിന്റെ വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുണ്ട്, കണക്റ്റഡ് ആണ്. കണക്റ്റഡ് ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് അത്ഭുതമായ കുറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇത് കാർത്തിക നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതായിട്ട് മുരുകന്റെ ബന്ധം അങ്ങനെയാണ്. അതായത് മുരുകൻ ജനിക്കുമ്പോൾ ശിവകാന തേജസ് അഗ്നിക്ക് കൊടുത്തു, അഗ്നിക്ക് താങ്ങാൻ പറ്റാണ്ട് സരവണ പൊയ്യിലിട്ടു. അപ്പൊ 6 കാർത്തിക ദേവികൾ വന്നിട്ട് പാലൂട്ടി വളർത്തി. അങ്ങനെയാണ് മുരുകന്റെ ജനനം. അങ്ങനെ അതൊക്കെ പാർവതി ദേവി എടുക്കുമ്പോ 6 പേര് ഒന്നിക്കുകയാണ്. ഈ കാർത്തിക നക്ഷത്രം മുരുകനും തമ്മിൽ ഭയങ്കര ആ ഒരു കണക്ഷനാണ്. കാർത്തികേയന് പേര് വരുന്നതേ അത് വെച്ചിട്ടാണ്. ഈ കഥ ലോകത്തെല്ലാവിടെയും ഉണ്ട്. എല്ലാ സംസ്കാരങ്ങളിലും പോയി കഴിഞ്ഞാൽ 2 കാര്യം അറിയാൻ പറ്റും. ഒന്ന്, ഈ പ്ലീഡിയസ് സ്റ്റാർ ക്ലസ്റ്റർ, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയും. ഇതിനെ കുറിച്ചുള്ള കഥകൾ അവിടെ പോയി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതേ കഥയല്ല, ഈ കാർത്തിക നക്ഷത്രങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് അവർക്ക്. ഓരോ അതായത് ഇവരെല്ലാ സംസ്കാരങ്ങളും ഈ കാർത്തിക നക്ഷത്രങ്ങൾ സ്റ്റാർ ഇമ്പോർട്ടന്റ് ആണ്. 2, എല്ലാവിടെ പോയി നോക്കിയാൽ ഒരു പ്രളയത്തിന്റെ കഥയുണ്ടാവും. പ്രളയത്തിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരെ രക്ഷിച്ച കഥ. ഈ കാർത്തിക നക്ഷത്രങ്ങളുടെ കണക്ഷന് ഒരു ഉദാഹരണം പറയാ വെച്ചാൽ, ജപ്പാനില് ഇതിന് പറയണ പേരെന്താ അറിയാ? സുബേറു, സുബ്രഹ്മണ്യൻ, സുബേറു. അപ്പൊ ഈ കണക്ഷൻ 2 പ്രളയത്തിന്റെ കാര്യം വെച്ചാൽ ഇപ്പൊ നമ്മളെ നോഹ പേടകം പറയും. ഇവിടെ മനു ഉണ്ട്. ഇത് ലാറ്റിൻ അമേരിക്കയിൽ പോയി അവിടുത്തെ കഥകളിൽ വേറെ എല്ലാ ലോകത്തെ എവിടെ പോയി അന്വേഷിച്ചാലും പഴയ സംസ്കാരങ്ങൾ ഒരു പ്രളയത്തെ കുറിച്ച് പറയും. അത് ഈ കുമാരികാണ്ഡത്തിന്റെ സമയത്ത് നടന്ന
പ്രളയമാണ്. ആ സമയത്ത് മൈഗ്രേറ്റ് ആൾക്കാർ പോയിട്ടാണ് ലോകത്തിന്റെ പല ഭാഗം. അപ്പൊ എല്ലാ സംസ്കാരങ്ങളിലും കളിത്തൊട്ടിലായിരുന്നു കുമാരൻ. അത് ഉണ്ടാക്കിയ ആളാണ് മുരുകവാൻ. ആ മുരുകവാനാണ് തമിഴ് ഭാഷ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് തമിഴ് കടവുൾ മുരുകൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തമിഴന്മാർ ഞങ്ങളുടെ മുപ്പാട്ടനാണ് മുരുകൻ എന്ന് പറയുന്നത്. മുപ്പാട്ടൻ എന്ന് പറഞ്ഞാൽ ഫോർ ഫാദർ മുരുകൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പഴയ സംസ്കാരങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മുരുക ഭഗവാന്റെ ആ ഇത് എല്ലാവിടെയും ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ് യസീദികൾ. ഇറാഖിലുള്ള അതന്നെ അത് കുർദിസ്ഥാനിലാണ് അവരുടെ അമ്പലം ഉള്ളത്. ലാലിഷ് ടെമ്പിൾ എന്നാണ് അമ്പലത്തിന്റെ പേര്. ഒരു മയിലിന്റെ മേലെയുള്ള മാലാഖയാണ് അവരുടെ ദൈവം. അത് അവരും മുരുകനായിട്ട് കണക്ട് ചെയ്ത് ഇവിടുന്ന് വിട്ടുപോയി. ഞാൻ അവരുടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അർമേനിയയില്. ഞാൻ ആദ്യം ഇറാഖിലേക്ക് പോകണമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഒരു സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ വേണ്ട, അർമേനിയയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അർമേനിയക്ക് ഞാൻ പോയിട്ട് ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ അവിടെ അമ്പലത്തിൽ ചെന്നപ്പോൾ ഈ ഇത് കാണാം, മയിലിൻ്റെ ഇതൊക്കെ കാണാം. അപ്പോഴാണ് അവിടുത്തെ ഒരാളോട് പറഞ്ഞത് പിറ്റേ ദിവസം അവിടെ യസീദികളുടെ ഓൾമോസ്റ്റ് ലോക സമ്മേളനം നടക്കാൻ പോവുകയാണ്. ലോകത്തുനിന്ന് എല്ലാ ആൾക്കാരും, ഞാൻ അറിഞ്ഞിട്ട് ചെന്നതല്ല, എല്ലാ ആൾക്കാരും അവിടെ എത്തണമെന്ന്. ഭഗവാൻ ശരിക്കും ഞാൻ അവിടെ എത്തുമ്പോൾ യസീദികൾ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുവന്ന പോലെയായി. ഇത് ഞാൻ അറിഞ്ഞു പോണതല്ല. ഞാൻ ഇറാഖിലേക്ക് പോകാൻ മടിച്ചിട്ട് ഇങ്ങോട്ട് പോയപ്പോ ഇറാഖിലത്തെ പുരോഗതി ഇവിടെ വന്നിട്ടുണ്ട്. അത് ശരിക്കും അത്ഭുതമായി. ഞാൻ എന്നിട്ട് അദ്ദേഹത്തിന് കണ്ടിട്ട് ഈ മുരുകന്റെ ഫോട്ടോ കൊടുത്തു, മയിലും ഇരിക്കുന്നത്. ആള് ഭയങ്കര സന്തോഷമായിട്ട് ഞാനിത് എന്റെ ടെമ്പിൾ അവിടെ ഇറാഖിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി. അപ്പൊ എന്താ പറയാ, അവർക്കൊക്കെ അപ്പൊ അറിയോ ഇങ്ങനെ ഇവിടെ ഒരു മുരുക ഭഗവാൻ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല, ഞാൻ അന്നാണ് ആദ്യമായിട്ട് ആളെ തീർച്ചയായും അന്ന് ഞാൻ ഇദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം കേട്ടിട്ടുണ്ട്, അറിയാം, മുരുകനെ അറിയാം. ഒരുപക്ഷെ അവര് എങ്ങനെ ആ ഒരു കണക്ഷൻ അവര് തേടി വരും. പക്ഷെ ഈ ഫോട്ടോ കണ്ടപ്പോഴുള്ള അവരുടെ ആ ഒരു സന്തോഷം, കാരണം വളരെ ചെറിയൊരു ജനസംഖ്യയുള്ള ആൾക്കാരെ ചേച്ചി, അത് മാത്രമല്ല ഭയങ്കര പേടിച്ചിട്ട് അവർ ജീവിക്കണം. അപ്പൊ അവർക്കത് അവര് സത്വം തിരിച്ചറിയാന്നൊക്കെ പറയുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഞാൻ അന്ന് കണ്ടു. അവിടെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവര് റഷ്യയിലത്തെ ഒരു ആൾക്കാരുണ്ടായിരുന്നു, 2 പിള്ളേരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായത്. അവരുടെ അച്ഛനാണ് ഈ അമ്പലം പണിതത്. അപ്പോൾ എന്താ പറയാ, അതൊരു വല്ലാതെ എന്താ പറയാ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭഗവാന്റെ പഴനിന്നൊരു പടം പൂജിച്ച് യസീദ് ടെമ്പിളിൽ എത്തിക്കാനുള്ള ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ കിട്ടിയല്ലോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. അത് വല്ലാത്ത ജീവിതത്തിൽ കിട്ടിയ വല്ലാത്തൊരു അനുഭവമായിട്ട് തോന്നി. അതേ അനുഭവം എനിക്ക് വേറെ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. താവോയിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ചൈനയില്. അത് ചൈനയിൽ മാത്രമല്ല, തായ്വാനിലുണ്ട്, സിംഗപ്പൂരുണ്ട്, മലേഷ്യ, ലോകം മുഴുവൻ ഉള്ള വലിയൊരു ഗ്രൂപ്പ്. യസീദികളായിട്ടുള്ള വലിയ ഗ്രൂപ്പാണ്. യസീദികൾ വളരെ കുറച്ചാണോ, അവര് ബോഗർ മഹർഷി തന്നെയാണ് ലാവോട്സു. ബോഗർ മഹർഷി ഇവിടുന്ന് പോയിട്ടാണ് ലാവോട്സ്. ഞാൻ എന്നിട്ട് നമ്മുടെ ഒരു പഴനിയിൽ യാഗം നടന്നപ്പോ യാഗം നടത്തുന്നുണ്ട്. ഞാനൊരു സിംഗപ്പൂര് പോയിട്ട് താവോ നേതാക്കളെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ നമ്മുടെ രണ്ടുപേരും ഗുരു ഒന്നാണ്, പഴനിയിലാണ്, നിങ്ങൾ വരണം. ഒരുപാട് കാലം മുമ്പ് നിങ്ങൾ ഞങ്ങളെയും കണ്ടെറിഞ്ഞതാണ്. അവര് വന്നു, പങ്കെടുത്തു. അടുത്ത കൊല്ലം അവരുടെ പരിപാടിക്ക് എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചു. അതും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ വലിയൊരു അനുഭവം. എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഈ ഭാരതത്തിന്റെ ഒരു കഥ ഭയങ്കരമാണല്ലേ, എല്ലായിടത്തും കണക്ഷൻസ് ആണ്. ഒരു സ്പിരിച്വൽ കണക്ഷൻ ലോകം മുഴുവൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്ത്യ. അത്രയും ഇത് നമുക്ക് കുറെ പ്രശ്നം നമ്മളെ പഠിപ്പിച്ച ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ സായിപ്പിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അവര് പറഞ്ഞു തന്ന കഥകളാണ്. അവര് നമ്മുടെ ചരിത്രം മോഹൻജദാരോയില് കൊണ്ട് ഒതുക്കി നിർത്തി. അതിന്റെ മേലെ നിങ്ങൾ സ്വപ്നം പോലും കാണരുതെന്നാണല്ലോ. അപ്പൊ മാക്സിമം 2-3-5,000 അതിന്റെ ഉള്ളിലാണ് എല്ലാം നടന്നിരിക്കുന്നത്. അതിന്റെ മേലെ നടന്നിട്ടില്ല അല്ല. അപ്പൊ അവര് നമ്മുടെ മനസ്സിനെ കണ്ടീഷൻ ചെയ്തു, ഇതാണ്. അപ്പൊ അതിന്റെ മേലെ 5,000-ന് മേലെ 10,000 വർഷം എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ചിരിച്ചു തുടങ്ങും. ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറയണത് 10,000 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ചിരി തുടങ്ങും. പിന്നെ വിവരക്കേട് പറയേണ്ട അന്ധവിശ്വാസമാണ്. ആ സാധനേ നമ്മുടെ ഉള്ളിലൊരു അടിമ മനസ്സ് അവര് സൃഷ്ടിച്ചു വെച്ചു. ഇന്ന് അതിന് പുറത്തു വരാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. അവരിപ്പോഴും അതാണ് ശരി. നോക്കി 5,000 വർഷമാണ് നമ്മൾ പറയണത്. ഈ അടുത്ത് പൂംഹാറില് ഒരു ഗവേഷണം നടന്നു. കടലിന്റെ അടിയിലൊരു സിറ്റി, 15,000 വർഷം പഴക്കം. തമിഴ് സിറ്റി 15,000 വർഷം. പൂംഹാർ എന്ന് പറഞ്ഞ തമിഴ്നാട്ടില് 15,000 വർഷം. ആലോചിച്ച് നോക്ക്. നമ്മുടെ മാക്സിമം മോഹൻജദാരോയ്ക്ക് 5,000 വർഷം പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക.
ഇരുമ്പ് തുർക്കിയിലാണ് ആരംഭിച്ചതെന്നാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചത്. കഴിഞ്ഞ കൊല്ലം മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പഠന റിപ്പോർട്ട് പറഞ്ഞു തമിഴ്നാട്ടിലാണ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട്. ഞാൻ സ്കൂളിൽ പഠിച്ച തുർക്കിയിലാണ്. അപ്പോൾ ഈ ഇത്തരം കുറേ സാധനങ്ങൾ നമ്മളിൽ നിന്നും മറച്ചു വെക്കുകയാണ്. നമ്മളല്ലെങ്കിൽ ഇനി നമ്മൾ തേടിപ്പോയ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ആ തേടി പിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ ശരിയല്ല എന്ന് പറയുന്ന ഒരു ഇതിന് മാനസിക നമ്മുടെ ഉണ്ടാക്കി. ആ ഡുംബ മനസ്സും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ലോകത്തിന് മുമ്പിൽ പറഞ്ഞു നിൽക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ചരിത്രം എത്രയോ സ്ഥലങ്ങളിൽ ഇത് ബാക്കി നിൽക്കണ്ടാവും. അവിടെ ഇതിനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇതിലേക്ക് പോണത് മുഴുവൻ പഠന റിപ്പോർട്ട് വന്നിട്ടില്ല. അത് അപ്പൊ ഇത്രയും നമ്മുടെ ഒരു വലിയൊരു സംസ്കൃതിയുടെ എന്താ പറയാ, ഇവിടുന്ന് നമുക്ക് പഠിപ്പിച്ച ആര്യന്മാര് അവിടുന്ന് വന്നു, എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയ കഥകളൊന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അതിന്റെയൊക്കെ കാലം വരാമാണ്. ആ കാലഘട്ടത്തിൽ ഇത്രയും കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചെറിയൊരു കാര്യമാണ് ഈ മുരിങ്ങമരം ഇല്ലേ, മുരുകമരം പറഞ്ഞാണ് മുരിങ്ങമരായെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊരു പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് സത്യം അറിയില്ല. പക്ഷെ ഞാനത് കണ്ടിരുന്നു ഒരു വീഡിയോ, 2 കുട്ടികൾ ചെയ്ത വീഡിയോ ആണ്. അത് നല്ല രസമായിട്ട് അവരതിൽ പഠനം നടത്തിയിട്ട് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഞാൻ കണ്ടിരുന്നു. അത് നന്നായിട്ടുണ്ട് അവരുടെ പഠനം. അതിൽ കണ്ടു ഇതായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ ഒരു ദ്രാവിഡ സംസ്കാരം ഇവിടെ ഒരു വലിയൊരു ഇതില് നിൽക്കുവാണല്ലേ. അതൊന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ഇതുപോലെയുള്ള ആ ദ്രാവിഡം എന്ന് അപ്പോഴൊരു വിഷയം എന്താ പറയാ, ദ്രാവിഡം നമ്മള് വേറെ ഉത്തരേന്ത്യക്കാർ വേറെ എന്നുള്ളൊരു കൺസെപ്റ്റ്. അതുകൊണ്ടല്ലേ ഈ സ്റ്റാലിൻ സനാതനത്തെ തുടച്ചു നീക്കണം എന്നൊക്കെ പറഞ്ഞ്. അത് തമിഴ്നാട്ടിൽ പറയുമ്പോ അത് നോർത്ത് ഇന്ത്യൻ എഗ്നിസ്റ്റ് അത്രേ ഉള്ളൂ. അതായത് അവര് കാണുന്നത് നോർത്ത് ഇന്ത്യയുടെ അധിനിവേശത്തിനെ ഇല്ലാണ്ടാക്കും. ആ രീതിയിലാണ് പറയണത് തമിഴ് എന്നുള്ള ഒരു ഇത് വെച്ചിട്ട്. പക്ഷെ ഒരു സനാതന ആ ഹിന്ദുമതം എന്നല്ല അവിടെ അർത്ഥാക്കണം അവിടുത്തെ ആൾക്കാർ. അതുകൊണ്ടാണ് അവർക്ക് അത് പറയാൻ പറ്റുന്നത്. പക്ഷെ നമ്മളൊരിക്കലും അതിലേക്ക് നിന്ന് കൊടുക്കരുത്. അതായത് നോർത്ത് വേറെ സൗത്ത് വേറെ, അതിനെതിരെ നമ്മൾ നിൽക്കണം ആൾക്കാർ. ഇതെല്ലാം ഭാരതം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കാരണം മുരുകൻ അവിടെയും പൂജിച്ചിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഗുപ്ത കാലഘട്ടത്തിലത്തെ കഥ ഒക്കെ പറയുന്നത്. ഇപ്പൊ പലരും പറയണത് തമിഴിന്റെ മുരുകനെ നോർത്ത് ഇന്ത്യക്കാരെ സ്വീകരിക്കണില്ല എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ടാണ് ഞാൻ സംസാരിക്കണത്. അവിടെ ഉണ്ടായിരുന്നു, ഗംഭീരമായിട്ട് ആരെ പൂജിച്ചിരുന്നു എന്നുള്ള. ക്ഷേത്രങ്ങള് നോർത്തിലെ മുരുക ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പൊ ഹിമാലയത്തിലുണ്ടല്ലോ. ഞാൻ പോയിട്ടില്ല, പക്ഷെ ഒരു ഹിമാലയത്തിൽ വലിയൊരു ക്ഷേത്രമുണ്ട്. പിന്നെ കുറെ ക്ഷേത്രങ്ങളുണ്ട് ഒരുപാട്. ഞാൻ ഈ അടുത്ത് നമ്മുടെ സിക്കിമിലും യാഗത്തിന് പോയപ്പോൾ ചോളാപാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. ചോളാപാസിന്റെ കഥ പോലും ചോള രാജാവിൻ്റെ അവിടേക്ക് പോയി എന്നുള്ളൊരു ഇതുണ്ട്. അവിടെ പോകുമ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം സിക്കിം പോയപ്പോൾ കാണാതെ ഒരു 6 മാസമായിട്ടുള്ള ഒരു ആർമിക്കാർ പണിത മുരുകക്ഷേത്രം ഹിമാലയത്തിന്റെ ഏറ്റവും ടോപ്പില്. ഞാൻ അവിടെ വേഗം ഇറങ്ങി അവിടെ ഇരുന്നിട്ട് പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു. ആരും ഉണ്ടായിരുന്നില്ല, പൂജയൊക്കെ ചെയ്ത് ആർമിക്കാർ ചെയ്തതാ. വലിയൊരു ക്ഷേത്രം. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് മുരുകന്റെ. ഇപ്പൊ മുരുകൻ മാത്രല്ലാതെ അങ്ങേക്ക് എന്തെങ്കിലും ഗുരു സ്ഥാനി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആരെങ്കിലും ഉണ്ടോ? ഭഗവാൻ തന്നെയാണ്. എന്നാലും ഏറ്റവും ഇഷ്ടം തോന്നി ഇപ്പൊ സദ്ഗുരു ഉണ്ട് നമുക്ക് ഇവിടെ, അമൃതാനന്ദമയി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ പറ്റിയിട്ടൊക്കെ എന്താണ്? എന്താ പറയാ, ഞാൻ പറയില്ലേ, അമ്മയുടെ അടുത്ത് ഞാൻ പോയിണ്ടായിരുന്നു. അപ്പൊ അന്ന് മഠത്തേക്ക് പോകുമ്പോ അവിടെ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ കുറെ കാര്യങ്ങൾ നടന്നു. ഒരാള് വഴിയാണ് പോണത്. അമ്മ അപ്പൊ നമ്മുടെ എറണാകുളത്ത് പോയി ജഗ്ഗസ്വാമി അദ്ദേഹത്തിന് കൂടിയിട്ടാണ് പോണത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സന്യാസിമാർക്കൊക്കെ എന്നെ അറിയാന്ന് മാത്രമല്ല ഒരുപാട് സ്നേഹമുണ്ട്. അത് കഴിഞ്ഞ് അമ്മ വന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ പോയിരുന്നു. അപ്പൊ അമ്മേനെ പരിചയപ്പെടുത്തി. അപ്പൊ മുരുകാന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മ അവിടെ ആൾക്കാർ കാത്തുണ്ട്. അതേടെ മോനെ എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് വാ നമുക്ക് കുറച്ചേരം സംസാരിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി. കസേരയിലേക്ക്. അവനെ കസേര വേണ്ട, ഞാൻ താഴ്ത്തിരിക്കാം, നമ്മുടെ താഴ്ത്തിരിക്കാം. അമ്മയോടെ ഇരുന്ന് ഞാൻ താഴ്ത്തിരുന്നു. കുറെ നേരം സംസാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ. അതേപോലെ എല്ലാ ഗുരുക്കന്മാരും. കാരണം എന്താ പറയാ, ഇവരൊക്കെ വലിയ അറിവുള്ള ആൾക്കാരാണ്. ഒരുപാട് ജനങ്ങൾക്ക് മാർഗദർശന കഴിവ് നൽകുക. അത് ശ്രീ രവിശങ്കർജി ആയാലും സദ്ഗുരു ആയാലും അങ്ങനെ ആരായാലും അവർക്കൊക്കെ ആ ഒരു പവർ ഉള്ളത് കൊണ്ടാണ് എത്രയോ ജനങ്ങളെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ നല്ലൊരു വഴി കാണിച്ച് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരാളുള്ള കാരണം ജീവിതത്തിൽ നല്ല വെളിച്ചം കിട്ടിയ അത്ര ആൾക്കാരുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ തീർച്ചയായും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവരെയൊക്കെ. രജിത്തേട്ടനെതിരെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒപ്പോസിഷനുമായിട്ട് വരാറുണ്ടോ? എന്താ അന്ധവിശ്വാസമാണ് നിങ്ങൾ പകർത്തണെന്നൊക്കെ ചോദിച്ചിട്ട്? നേരിട്ട് ആരും വരണ്ടാവില്ലേ? ഒളിയമ്പകളുണ്ടാവും.
കുറവാണ്. പക്ഷെ ഇന്നോ തീരില്ല എന്ന് പറയാൻ പറ്റില്ല, മലയാളികളല്ല. എന്തായാലും ഒന്നുമില്ലെങ്കിലും 2 കുറ്റം പറയാം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മുടെ വഴി, ഞാനൊരു ഇതുവരെ ഞാൻ ആരെയും കുറ്റം പറയാറില്ല. കാരണം എന്താ അറിയാം, നമ്മളൊരു സ്പിരിച്വലിൽ എത്തിയാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമുക്കൊരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ജഡ്ജ് ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. ഒരു വ്യക്തി സ്പിരിച്വൽ എത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ ഏതൊരു മനുഷ്യനായാലും ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ജഡ്ജ് ചെയ്യാൻ നമ്മൾ ഉള്ളിൽ നിന്ന് ഒരാളെ ജഡ്ജ് ചെയ്യാൻ ഉള്ളിൽ നിന്ന് ചോദ്യം നമുക്ക് വരും, ഈ ആരാധന ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അതാണ് ശരിക്കുള്ള സ്പിരിച്വാലിറ്റി. നമ്മളൊരാളുടെ കുറവുകൾ കാണാൻ പറ്റില്ല, കുറ്റം കാണാൻ പറ്റില്ല. നമ്മൾക്ക് അവരെ നമ്മൾ ചിലപ്പോൾ അവരെ കുറിച്ച് പൊക്കി പറയണമെന്ന് ചെയ്യൊന്നുമില്ല. അവരെ നമ്മൾ പറയണത് ഇഷ്ടാവില്ല, അവർ പറയണത് ശരിയല്ല എന്ന് തോന്നും. പക്ഷെ നമുക്ക് അവരെ കുറ്റം പറയാനോ എതിർക്കാനോ ജഡ്ജ് ചെയ്യാനോ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. അങ്ങനെ ഒരു സ്പിരിച്വൽ എത്തി ആരെങ്കിലും അത് ചെയ്യണം കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്പിരിച്വാലിറ്റി എത്തിയിട്ടില്ല, വെറുതെ കാണിക്കണത് മാത്രമേ ഉള്ളൂ. ആ പോയിന്റിലെത്തി ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്ന് ആനന്ദ മഹാവനത്തിൽ പുള്ളിക്കാരനെയാണ് ഓർമ്മ വന്നത്. എങ്ങനെയായിരുന്നു സ്വാമിജി? ആള് എന്താ പറയാ, ആനന്ദവനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി. കാരണം എന്താ പറയാ, പിന്നെ കണ്ടിട്ടില്ല പരിപാടിക്ക് ശേഷം കാണാറുണ്ട്. ഒരു വട്ടം ഞാൻ ഒരു പരിപാടിയിൽ ഞാൻ ചെന്നപ്പോൾ ഞാനോട് ആളുണ്ടായിരുന്നു. ആളുടെ ഗുണം എന്താ പറയാ, കളത്തിലിറങ്ങി പണിയെടുക്കും. അതായത് ആൾക്ക് വേണമെങ്കിൽ ഒരു മഹാമണ്ഡലേശ്വർ എന്ന് പറഞ്ഞ് ഒരു കസേരയിൽ ഇരിക്കുന്നത് മാത്രം മതി. പക്ഷെ സാധാരണ സഭയായിട്ട് അങ്ങനെ പോകും. പക്ഷെ ആള് കളത്തിലിറങ്ങി പണിയെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഗുണം ഭയങ്കരമായിട്ട് കാണിക്കും. ആ ലെവലിൽ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര തിരുനാവായില് നമ്മൾ കണ്ടതാണ്. അത് വലിയൊരു സംഭവം ചെയ്തല്ലോ, അതുകൊണ്ട് റെസ്പെക്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആരും കുറ്റം പറയാറില്ല, ആരും കുറ്റം പറയുന്നത് ശ്രദ്ധിക്കാറില്ല. എന്റെ പണി എടുത്ത് പോവുക എന്നുള്ളതാണ്. ഒരാൾ കുറ്റം പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പണി നിർത്തില്ല. ഒരാൾ ഭീഷണിപ്പെടുത്തിയാലും എൻ്റെ പണി ഞാൻ നിർത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഞാൻ എവറസ്റ്റ് കയറാൻ ഇറങ്ങി പുറപ്പെട്ട ആളാ. വഴിയിലൊരു നായ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കയറിയിരിക്കില്ല. ഇനി അതിനൊക്കെ മറുപടി പറയാന്ന് വെച്ചാൽ നമ്മള് എവറസ്റ്റ് കയറാനും പറ്റില്ല. നമ്മള് നേരെ പോവുക. ഇപ്പൊ LMRKയിൽ എത്ര ആൾക്കാരുണ്ടാവും ഏകദേശം? മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ സൗജന്യമാണ്. നമ്മുടെ LMRKയിൽ അനുഭവം എവിടെയെങ്കിലും LMRKയിൽ ചേരാൻ പറഞ്ഞിട്ടില്ല, എവിടെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് ചേരണമെന്ന് ആഗ്രഹം എവിടെയും കണ്ടില്ല. ആരെങ്കിലും പ്രഷർ ചെയ്യണം കണ്ടിട്ടില്ല, ആരെയും നിർബന്ധിക്കാറില്ല. എവിടെയും നിങ്ങൾ LMRKയിൽ ചേർന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാന്നാ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒന്നും പറയില്ല. ഭഗവാനെ ഡ്യൂട്ടി ചെയ്യാൻ താല്പര്യമുണ്ടോ, പണിയെടുക്കാൻ താല്പര്യമുണ്ടോ, LMRKയിൽ ചേർന്നോളൂ. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ, LMRKയിൽ ചെയ്യാറുണ്ടോ. ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ, LMRKയിൽ. ഈ 3 കാര്യത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ LMRKയിൽ ചേരാം. സൗജന്യമാണ്. LMRKയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഒരു പ്രത്യേകിച്ച് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സംഭവം നടക്കില്ല. അത് ലോക്ക്ഡ് വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടും. എല്ലാ ഞായറാഴ്ചയും നമ്മൾ 10 തൊട്ട് 10:30 ഒരു മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഓൺലൈനിൽ നമ്മുടെ ഒരു ചാനലുണ്ട്, ആ ചാനലിൽ കൂടെ ചെയ്യാറുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് പങ്കെടുക്കാം. അപ്പൊ അതിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ 2 മെഡിറ്റേഷൻ ഉണ്ട് നമുക്ക്. ഒന്ന് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ, ഒന്ന് കണക്റ്റിംഗ് ടു സ്കന്ദലോക. പിന്നെ നമ്മുടെ പരിപാടിയിൽ മുരുക പൂജ. ഈ 3 കാര്യമാണ് നമ്മൾ സാധാരണ ചെയ്യാറ്, യാഗങ്ങളല്ലാണ്ട് പേഴ്സണൽ കാര്യത്തിന്. അപ്പോൾ ഈ മുരുക പൂജ പലപ്പോഴും നമ്മൾ ഭഗവാനോട് പൂജ. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയട്ടെ. അവിടെ ഒരു കാര്യം, രസമുള്ള കാര്യം പറയണം. പ്രാർത്ഥിക്കണമെങ്കിൽ ഇടനിലക്കാരൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണം. പറയണം വേണ്ട, ഒരാള് നിർബന്ധിക്കില്ല. ഇടനിലക്കാരൻ്റെ ആവശ്യമില്ലെങ്കിൽ സ്വയം പ്രാർത്ഥിക്കാം. ഇനി അങ്ങനെ അല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയാവുന്നു. അവർ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ പറയും വാട്സപ്പ് ചെയ്താൽ മതി, വിളിച്ച് ഞാൻ എടുക്കാറുമില്ല ഫോൺ. വാട്സപ്പ് ചെയ്തോളാം. ഒരു ദിവസം 60-70 പേര് എനിക്ക് മെസ്സേജ് ചെയ്യും. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒരാളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും മേടിക്കാറില്ല. ആരൊക്കെ ഏത് നാട്ടിൽ നിന്നാ വിളിക്കണേ, ഏത് ആൾക്കാരാണ് ഇവരുടെ ഒന്നും എനിക്കറിയില്ല. എൻ്റെ റിലേറ്റീവ്സ് അല്ല, എൻ്റെ പരിചയക്കാരല്ല, ഒന്നുമില്ല. പക്ഷെ ഒരാൾ എന്നോട് പ്രാർത്ഥിക്കണം എന്ന് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരാളുടെ നിന്ന് കാശ് മേടിക്കാറില്ല. നിങ്ങൾ ഈ പൂജ വേണം, ആ പൂജ വേണം, ഒരാളുടെ നിന്ന് മേടിക്കാറില്ല. ഞാൻ ധൈര്യമായിട്ട് പറയല്ലേ, ആർക്കെങ്കിലും പറയാലോ ഞാൻ കാശ് ചോദിച്ചു എന്ന്. അപ്പോൾ
അടിയിലൊന്നില്ല അങ്ങനെയല്ലല്ലോ എനിക്ക് പൂജയ്ക്ക് വേണ്ടി കാശ് മേടിച്ചു പറയാൻ പറ്റില്ല, കാരണം ചെയ്യാറില്ല. പക്ഷെ ഈ പ്രാർത്ഥിച്ച് കഴിയണത് അതും ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഒരു കഴിവില്ല. അതായത് ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ ഭഗവാനെ ഡ്യൂട്ടി ചെയ്യണ ഒരാളാണ്. ഒരാള് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആ പ്രാർത്ഥന എടുത്ത് ഭഗവാന്റെ പാദത്തിൽ വെക്കും, ഭഗവാനെ ഒന്ന് പരിഗണിക്കണേ എന്ന് പറഞ്ഞ് പ്രയോഗിക്കും. ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെയൊക്കെ ഒരു പരിചയക്കാരെ കൊണ്ട് പേപ്പർ കൊണ്ടുവച്ചാൽ ചിലപ്പോൾ എത്ര തിരക്കായാലും എഴുതുന്ന സൈൻ ചെയ്യും. അങ്ങനെ സൈൻ ചെയ്ത് ഭഗവാൻ സൈൻ ചെയ്ത് അവരുടെ ജീവിതം രക്ഷപ്പെട്ടു. ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനുമില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ആ റിസൾട്ട് കിട്ടുന്നുണ്ട്, കിട്ടാത്തവരും ഉണ്ട്, കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട്. കിട്ടിയ ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, താങ്ക്സ് തന്നെ, സന്തോഷം, അത്രേ ഉള്ളൂ. അത് എല്ലാ ദിവസവും 60-70 എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതിൽ കുറേ പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്യും, അവർക്ക് നമസ്കാരം പറയും. ഇതാണ് ആ കയ്യിൽ നടക്കാവുന്ന കാര്യം. 2 ഭഗവാന് ഡ്യൂട്ടി വരും. ഇന്ന ഡ്യൂട്ടി ഉണ്ട്, ആ ഡ്യൂട്ടികൾക്ക് നിങ്ങൾ ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. അത് ചിലവരത് സാമ്പത്തിക സഹായിക്കും, ചിലവർ ആൾ സഹായം ചെയ്യും, അത് ചിലവർ ടെക്നിക്കലായിട്ട് വീഡിയോ അങ്ങനെ ടെക്നിക്കലായിട്ട് സഹായം ചെയ്യും. ഒറ്റ മെസ്സേജ് ഇടുള്ളൂ. പക്ഷെ അത് മതി, ഞങ്ങൾ തയ്യാറെന്ന് പറഞ്ഞ ലോകത്ത് അത്രയധികം ആൾക്കാരുണ്ട്. കാരണം ഇതിന്റെ ഒരു എവിടെയൊക്കെ ഉണ്ട്, ലോകം മുഴുവൻ ഉണ്ടോ, കുറെ രാജ്യങ്ങളുണ്ട്. ഇതിലൊരു ക്രെഡിബിലിറ്റി ആൾക്കാർക്ക് അറിയാം. ഇത് വെറുതെ അതല്ല. ഈ സാധനം നമ്മളൊരു പ്രോഗ്രാം ചെയ്യണതിന്റെ ഒരു പ്രൊഫഷണലിസം വന്ന ആൾക്കാർക്ക് അറിയാം. എല്ലാവർക്കും പ്രോഗ്രാം എല്ലാവർക്കും അറിയാം. പെർഫെക്റ്റ് ആയിട്ട് സഹായിച്ചിട്ട് സ്റ്റാർട്ട് തൊട്ട് അവസാനം വരെ അച്ചടക്കത്തോടു കൂടി കറക്റ്റായിട്ട് നടന്നിട്ട് പോകും. ഈ ലാസ്റ്റ് സിക്കിമിൽ വന്ന മിനിസ്റ്റർ ചെയ്യുന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു യാഗത്തിന്. ആർമിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോകുമ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞു, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചുറ്റോട് കിടക്കുന്ന പരിപാടികൾ ഞങ്ങൾ അധികം അറ്റൻഡ് ചെയ്തിട്ടില്ല, അത്രയും പെർഫെക്റ്റ്. ഒരു ഗ്രൗണ്ട് ഫോഴ്സ് ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമുണ്ട്. ഒന്നും വേണ്ട, ഇങ്ങനെ എണ്ണയിട്ട യന്ത്രം എന്ന് പറയില്ല, അതേപോലെ അവർ പ്രവർത്തിക്കും. പണി കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിൽ പോകും, ഞാൻ എൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ ഭഗവാന്റെ ഡ്യൂട്ടി വരുമ്പോഴേ ഒന്നിക്കുള്ളൂ, അല്ലാത്ത പിന്നെ ഉള്ളത്. അപ്പം ഇത്രയാണ് നടക്കണത് ആ ഗ്രൂപ്പുകൾ. 2 എല്ലാവർക്കും മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷൻ എന്തിനാന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുരുകയുഗം. മുരുകയുഗത്തിൽ കാർത്തിക നക്ഷത്രങ്ങളുടെ എനർജിയാണ് ഉള്ളത്. ആ എനർജി റിസീവ് ചെയ്ത് നമ്മൾ സ്പിരിച്വലായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുക. അതായത് നമ്മുടെ ആത്മീയത. അപ്പോൾ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെയ്യുന്നത് വല്ലലാർ സിദ്ധരുടെയും മുരുകന്റെ അനുഗ്രഹത്തിലാണ്. വല്ലലാർ സിദ്ധർ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പം നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ എത്രത്തോളം പ്രാമുഖ്യമുള്ളത്, അതേപോലെ പ്രാമുഖ്യമുള്ള ഒരാളാണ്. നമുക്ക് പല സമാധികളുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും ജീവസമാധികളാണ്. പഴനി ഭോഗർ സമാധി, ആനന്ദപത്മനാഭ ക്ഷേത്രം അഗസ്ത്യസിദ്ധരുടെ സമാധി, തിരുമൂലരുടെ സമാധിയാണ് ചിദംബരം, കൊങ്കണവരുടെ സമാധിയാണ് തിരുപ്പതി. അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും സിദ്ധരുടെ സമാധി ഉണ്ടാവും. അപ്പോൾ സമാധി എന്ന് പറയുമ്പോൾ ആസ്ട്രൽ ബോഡിയിൽ വർക്ക് ചെയ്യുക, ഫിസിക്കൽ ബോഡി ഇല്ല, ഉപേക്ഷിച്ചിട്ട്. അതാണ് സമാധി എന്ന് പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് ആ സമാധി ആയതുകൊണ്ടുകൂടിയാണ് അമ്പലങ്ങൾ അത്രയും പവർഫുള്ളായിട്ട് വരുന്നത്. ഈ വല്ലലാർ സിദ്ധർ അതിൽ സ്പെഷ്യലായിട്ടൊരു അപൂർവ സമാധി എടുത്ത ആളാണ്. ഫിസിക്കൽ ബോഡിയിൽ നിന്ന് നേരെ ലൈറ്റ് ബോഡി വെളിച്ച ജ്യോതി രൂപത്തിലേക്ക് മാറിയ ആളാണ്. അത് വടലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അദ്ദേഹം അവിടെ തമിഴ്നാട്ടിൽ. ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക്. അവിടെ തൈപ്പൂജ ദിവസമാണ് അദ്ദേഹം ചെയ്യണത്. അദ്ദേഹത്തിന് മുരുകവാൻ ഒരു വട്ടം ദർശനം കൊടുത്തിട്ടുണ്ട് കണ്ണാടിയിൽ. ആ കണ്ണാടി ഇപ്പോഴും ചെന്നൈയിൽ ഒരു മഠത്തിൽ വെച്ചിട്ടുണ്ട്. തൈപ്പൂജ ദിവസമാണ്, മുരുകാന്റെ ദിവസമാണ് അദ്ദേഹം സമാധിയാവുന്നത്. എല്ലാ തൈപ്പൂജ ദിവസവും ഒരു 5-6 ലക്ഷം ആൾക്കാർ അവിടെ വരും. അന്ന് മാത്രമേ തുറക്കുള്ളൂ ആ വാതില്. എന്നിട്ട് 7 ഇതുണ്ട്, 7 കർട്ടനുകൾ മാറ്റിയിട്ട് അവസാനം ജ്യോതി കാണിച്ചു കൊടുക്കും. അത് തൊഴാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. ആ വല്ലലാർ സിദ്ധരുടെ അനുഗ്രഹത്തിലും മുരുകന്റെ അനുഗ്രഹത്തിലും നമ്മൾ ലൈറ്റ് ബോഡി ചെയ്യണം. നമ്മുടെ ആത്മാവ് പ്യൂരിഫൈ ആവാൻ. നമ്മൾ മോക്ഷം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭഗവാനിൽ പോയി ലയിക്കണതാണ് മോക്ഷം. ഭഗവാൻ എന്നുള്ളത് എനർജിയാണ്, അത് പ്യൂരിഫൈ എനർജിയാണ്. നമ്മുടെ റോ എനർജി ആയിട്ടുള്ള ആത്മാവ് പ്യൂരിഫൈ ആയാൽ മാത്രമേ ഭഗവാനിൽ പോയി ലയിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്യൂരിഫൈ ആവണമെങ്കിൽ ചില ആൾക്കാർ ഒരു വട്ടം കൊണ്ട് പറ്റും, ചില ആൾക്കാർ പല ജന്മം എടുക്കണം. അപ്പോൾ ഒരുപാട് വേദനകളും പെയിനും സങ്കടങ്ങളൊക്കെ തന്നതിന് ശേഷമേ ദൈവം ഇങ്ങനെ നമ്മളെ ആക്കുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അത് അതിലും വലിയ തെറ്റിദ്ധാരണ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം. ഭഗവാനിൽ നമ്മൾ സ്പിരിച്വലിൽ എത്തണം. സ്പിരിച്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സ്പിരിച്വാലിറ്റി എത്തിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പറയും, ഒരു ഗുരുക്കന്മാരെ അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്,
നമ്മൾ ഭഗവാൻ സ്പിരിച്വാലിറ്റി ഭഗവാനിൽ എത്തിക്കണമെങ്കിൽ ഒരുപാട് പരീക്ഷിക്കും. പരീക്ഷിച്ചിട്ടേ നമ്മൾ അവിടെ എത്തുള്ളൂ. കുറേ ആൾക്കാർ പറയില്ലേ, ഞാൻ അത്രയും ഭഗവാനിൽ അടുക്കാൻ ശ്രമിക്കുക, എന്തിനാ ഭഗവാൻ എന്നെ പരീക്ഷിക്കണേന്ന് ഒരുപാട് പേര് ചോദിക്കും. ശരിക്കും തെറ്റായ വാക്കാണ്. നമ്മളെ ഭഗവാൻ പരീക്ഷിക്കല്ല, നമ്മളെ ഭഗവാൻ പരിശീലിപ്പിക്കുകയാണ്. ഇതൊക്കെ അനുഭവിച്ച് പരിശീലിപ്പിക്കുകയാണ്. അതായത് നമ്മളൊരു നല്ലൊരു പന്ത് കളിക്കാരാണ്. ഇപ്പൊ ലോകകപ്പ് നടക്കാനുള്ള, വേൾഡ് കപ്പ് നടക്കണം, അവിടെ കളിക്കണ ഓരോ കളിക്കാരനും അവന്റെ ചെറുപ്പം തൊട്ട് പുലർച്ചെ 4 മണിക്ക് 5 മണിക്ക് അതിന്റെ ഗ്രൗണ്ടിൽ ഓടി ഓടി എക്സസൈസ് എടുത്ത്, അപ്പൊ അവരുടെ കോച്ച് ഉണ്ടാവും. ആ കോച്ച് നിർബന്ധമായിട്ട് എത്ര തണുവാണെങ്കിലും കടന്നുറങ്ങാൻ പറ്റില്ല, വന്ന് കളിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചാടിപ്പിക്കും, തിരിക്കും, അങ്ങനത്തെ എല്ലാ പണി ചെയ്യിക്കും. അവൻ പറയാണ് എന്നെ എന്തിനാ പരീക്ഷിക്കണെന്ന് അവൻ ചോദിക്കാറുണ്ടോ? അപ്പൊ അവനെ പരിശീലിപ്പിക്കുക ചെയ്യണം. നീറ്റ് പരീക്ഷിക്കണമെങ്കിൽ കുട്ടി രാത്രി ഉറക്കൊഴിച്ചിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടർമാര് ഇത് എത്തണം. അവര് എത്രയോ ദിവസം ഉറക്കൊഴിച്ച് ചെയ്യുമ്പോ പഠിക്കുമ്പോ അവര് ചോദിക്കാറുണ്ടോ ഈ എന്നെ എന്തിനാ പരീക്ഷിക്കണത്? അവർക്ക് ഡോക്ടർ ആവണം എന്നറിയാം, ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പരിശീലിക്കുക എന്നറിയണം. ഇങ്ങനെ ഓരോ ആളും ഇങ്ങനെ ആർമിയിലായാലും ട്രെയിനിങ്, IPS ട്രെയിനിങ്, IAS ട്രെയിനിങ്ങിലും ഒക്കെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കൊരു ലക്ഷ്യമുണ്ട്. അവരാരും പരീക്ഷിക്കാന്ന് പറയില്ല. പക്ഷെ നല്ലൊരു വ്യക്തിയാവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും യൂണിവേഴ്സ് എന്താന്ന് മനസ്സിലാക്കാൻ, അതിന്റെ തത്വം മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ ഭഗവാൻ പരിശീലിപ്പിക്കുമ്പോൾ നമ്മൾ പരീക്ഷിക്കുക എന്ന് പറയും. അതുകൊണ്ടാണ് നമുക്ക് മടുപ്പ് വരുന്നത്. പരീക്ഷിക്കാന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യൂലേ ഈ അല്ല, അവിടെ ഞാൻ പറയുന്നത് പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അതുകൊണ്ടാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. പരിശീലിപ്പിക്കുക എന്ന് പറയും, നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് നോക്കിയേ, നമ്മൾ വെയിറ്റ് ചെയ്യും, ക്ഷമ കാണിക്കും. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പരീക്ഷിക്കുകയാണ്, നമ്മൾ പരിശീലിപ്പിക്കുക. നമ്മൾ കൂടുതൽ നല്ലൊരു കാര്യങ്ങൾ, അറിവുകൾ മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയി നമ്മൾ ക്ഷമ, ആത്മീയതയിലെ ഏറ്റവും ആവശ്യം ക്ഷമയാണ്. ഇന്ന് ആത്മീയതയിലേക്ക് നാളെ സിദ്ധി കിട്ടുമെന്ന് പറഞ്ഞാൽ നടക്കൊന്നുമില്ല. വർഷങ്ങൾ എത്രയോ ഞാൻ 2004 ഭഗവാൻ ഈ വഴിക്ക് നടത്തിയിട്ട് 2016 എന്നെ നമ്മൾ പുറത്ത് പറയാൻ അനുവാദം തന്നത്. 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് ശരി നീ വെളിയിൽ കാര്യങ്ങൾ സംസാരിച്ചു തന്നത്. ഒരു വ്യാഴവട്ടക്കാലം, ഒരു എഞ്ചിനീയറിംഗ് MBBS ആണെങ്കിൽ 5 കൊല്ലം പഠിച്ചാൽ മതി. 12 കൊല്ലം കഴിഞ്ഞിട്ട് അനുവദിച്ച 12 ഞാൻ ക്ഷമയോട് കാത്തിരുന്നു. ക്ഷമ വേണം. 2 നമ്മൾ ഭഗവാൻ പരിശീലിപ്പിക്കുക എന്നുള്ള തത്വം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ മടുപ്പ് മാറും. നമ്മളപ്പോൾ അതിനു വേണ്ടി തയ്യാറാവും. അപ്പൊ മൈൻഡ് സെറ്റ് ശരിയാവും, നമ്മുടെ പ്രവൃത്തികൾ അതിനു വേണ്ടി തയ്യാറാകും. ഈ തത്വം നമ്മൾ മനസ്സിലാക്കിയ ഈ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ കുറെ മുന്നേറാൻ സാധിക്കും. അത് ഇമ്പോർട്ടൻ്റ്. ആ ഇമ്പോർട്ടൻറ്റിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ശരീരകോശങ്ങൾ ആ എനർജി സ്വീകരിക്കാൻ വേണ്ടി, ഭഗവാന്റെ എനർജി, കാർത്തിക നക്ഷത്രങ്ങളുടെ എനർജി സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സും ശരീരത്തിലെ ഓരോ കോശങ്ങളെയും തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷനും കണക്ട് ടു സ്കന്ധ പറഞ്ഞാൽ മുരുകവാന്റെ ലോകത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഈ മെഡിറ്റേഷൻ. അതുകൊണ്ടാണ് എത്താൻ പറ്റുന്ന ആൾക്കാരും പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാരും ഇതിൽ പങ്കെടുക്കാൻ പറയണം. ഇത് പങ്കെടുക്കാൻ പറയുമ്പോൾ ഇതൊരു പരസ്യവാദി വന്നിട്ട് കാശ് മേടിച്ചിട്ടല്ല, ഫ്രീ ആണ്, അത് സൗജന്യമാണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാം. അതിന്റെ അനുഭവം പറയാം. എപ്പോഴും അനുഭവം ശ്രദ്ധിച്ചോ, ലൈറ്റ് ബോഡി സ്കന്ധ മെഡിറ്റേഷൻ വെച്ചാൽ ഹോൾ ഫുള്ളാവും. എത്ര 1000 2000 ഉണ്ട്. ഗുരുവായൂരൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം നടത്തിയിട്ട് 7000 പേരെ പങ്കെടുത്തത്. പുലർച്ചെ 5 മണിക്ക് ആദ്യത്തെ, 7:30, 12:00, 1 മണിക്ക്, അവസാനം 5 മണിക്ക് ലാസ്റ്റ് 6:30 ഹോൾ ഒഴിഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് 5 മണിക്ക് കൂടി നടത്തിയിട്ട് 6:30 ഹോൾ ഒഴിഞ്ഞു കൊടുത്തതാണ്. 7000 പേര് പങ്കെടുത്തു. രജിസ്ട്രേഷൻ നിർത്തിയ കാരണമാണ്, അല്ലെങ്കിൽ 10,000-15,000 പേരായി തന്നെ. അപ്പം അത് അനുഭൂതി മനസ്സിലാക്കിയിട്ട് ആൾക്കാരെ വരുന്നത്. ഇതൊന്നും നമ്മൾ ഫീസ് വെച്ചിട്ടല്ല ചെയ്യണത്. അവർക്ക് അറിയാം. അപ്പൊ അത് പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം. ഇതാണ് LMRKയുടെ മെയിൻ ഉദ്ദേശം. ഇതാണ് ഇപ്പൊ LMRK എന്ന് പറയുന്ന ഒരു സംഘടനയിൽ വലിയ ആൾക്കാർ മാത്രമല്ല, ജെൻസി കുട്ടികളും, അതായത് ഇന്നത്തെ ഒരു കാലത്ത് അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ അതിലേക്ക് അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ജെൻസികൾക്ക് എന്താണ് അവിടെ കാര്യം? അല്ല, ജെൻസികളെ നമ്മൾ മാറ്റി നിർത്തേണ്ട ആൾക്കാരല്ല. അവരാണ് ഇനി ഭാരതത്തെ നയിക്കാനുള്ള ആൾക്കാർ. അവിടെ നമുക്ക് അറിയാലോ, നമ്മുടെ പുറത്തേക്ക് അറിയാൻ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പല ടൈപ്പ് തിയറികളായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്.
അതോടൊപ്പം ലഹരി അങ്ങനത്തെ കാര്യങ്ങൾ വല്ലാണ്ടേ ലഹരി. ഇപ്പൊ നമ്മള് കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ തുഫാൻ തുടങ്ങി വലിയൊരു കാര്യം അത്. കാരണം നമ്മൾ വിചാരിക്കണമെങ്കിലും ഡെപ്താണ് അത്, എത്ര ജനങ്ങളെ രക്ഷപ്പെടുത്തറിയാം. പക്ഷെ അതോടൊപ്പം ഞാൻ ആ പേപ്പർ വായിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. പിടിക്കപ്പെടുന്ന ആൾക്കാരിലൊക്കെ പിള്ളേര്, പെൺകുട്ടികള്, അവര് വീട്ടുകാരെ ആലോചിച്ചേക്ക്. അപ്പൊ അത് ഒക്കെ. പക്ഷെ അത് അല്ല, ആ ലഹരി അല്ല വേണ്ട, ദേശീയതയാണ് ലഹരി വേണ്ട, നമ്മുടെ രാജ്യത്തിനോടുള്ള കൂറാണ് ലഹരി വേണ്ടേ എന്നുള്ള ലെവലിലാണ് നമ്മളെപ്പോഴും നമ്മൾ എല്ലാ മാർക്കിയുടെ വേദികളിൽ സംസാരിക്കുന്നത്. അപ്പൊ എല്ലാ മാർക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ സ്പിരിച്വാലിറ്റീനെ കുറെ ആൾക്കാർ ആർട്ട് കൂടാക്കി, നമ്മള് മാസ് കൂടാക്കി. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. കുറെ ആൾക്കാര് കടിച്ച പൊട്ടാത്ത സാധനങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവരുടെ വിചാരം എന്താ പറയാ, ഒരു 60 വയസ്സായി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പോയിരിക്കേണ്ട ഒരു സാധനമാണ് ആത്മീയത എന്നുള്ള ഒരു ചിന്ത വന്നു. എന്താ പറയാ, അതായത് ഇവര് കൊടുക്കുന്നത് തെറ്റല്ല, വലിയ സംഭവങ്ങളെ കൊടുക്കണം, പക്ഷെ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. വലിയ സംഭവങ്ങൾ പറയുമ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ റീൽസിന്റെ ടൈമാ, അങ്ങനെ തോണ്ടി വിടണ. ഇത് പോയി നമ്മളെയൊക്കെ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ആ സാധനം പോയി. പക്ഷെ ഇപ്പോഴും വളരെ അത്ഭുതമായി അറിയാം, പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന പരിപാടി വരുമ്പോ ആൾക്കാർ കാണുന്നുണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ പരിപാടി കാണുന്നുണ്ട്. അപ്പൊ നല്ല തിരിച്ചു വരേണ്ടതൊരു സന്തോഷം. അല്ലെങ്കിൽ നോക്കിയേ 2 മിനിറ്റ് ആകുമ്പോഴേക്കും തട്ടി ഇങ്ങനെ കളയും. നമ്മളെ ശ്രദ്ധ കുറഞ്ഞു തുടങ്ങി അവിടെ. ഇപ്പൊ അതായത് ഞാൻ ആർട്ട് പടത്തിന് മോശമായിട്ടല്ല പറഞ്ഞത്, ആർട്ട് പടത്തില് നമുക്കറിയാം, കുറച്ചാലും ഇപ്പൊ അങ്ങനെ കാണാനില്ല. നമ്മുടെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള അങ്ങനത്തെ പടം ഗംഭീര ആശയങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഥാപുരുഷൻ എന്ന് പറഞ്ഞ ആ പടം, അടൂരിന്റെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. പക്ഷെ അതിൽ പറയണ അത് പെട്ടെന്ന് പിടികിട്ടില്ല, കുറച്ചൊക്കെ ചിന്തിച്ച്. അല്ല, ഞാൻ കുറെ അങ്ങനത്തെ പടം കാണുന്ന ഒരാളാ, ലോക ക്ലാസികളിലൊക്കെ ഞാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയി കണ്ടിട്ടുള്ള ആളാണ്. അതായത് എനിക്കിഷ്ടമാവും, പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അതേപോലെ സ്പിരിച്വാലിറ്റി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന ഓഡിയൻസ്, വ്യൂവേഴ്സ് കുറച്ചാവും ആ ഒരു ഏരിയയിലുള്ളവർ. പക്ഷെ ഒരു തട്ടോട് മാസ് പടം വന്നു, വിജയുടെ പടം, ലാലേട്ടൻ, അതൊക്കെ വരുമ്പോൾ ആൾക്കാർ ആഘോഷിക്കും. അപ്പൊ സ്പിരിച്വാലിറ്റിനെ ആഘോഷമാക്കുകയാണ് എല്ലാമാർക്ക് ചെയ്യണത്. അവിടെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. നമ്മൾ വളരെ സിമ്പിൾ അല്ലേ, ഭഗവാനെ മുരുകനെ പ്രാർത്ഥിക്കുക, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങള് ഇന്ന് ഉപവാസം, ഒരു ഫുഡിന് ഞങ്ങൾ ഒരു കൺട്രോൾ പറയാല്ലോ, ഇഷ്ടമുള്ളത് കഴിച്ചോ, ജീവിതത്തിൽ മാറ്റം വരുന്നത് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ 2 കാര്യം ചെയ്താൽ മതി. ഒന്ന് ഓം ശരവണ ഭവായ നമുക്ക് 9 വട്ടം ജപിക്കുക, 5 മിനിറ്റിന്റെ പണിയില്ല. 2 ആഴ്ചയിൽ ഒരിക്കലും മെഡിറ്റേഷനോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രോഗ്രാമോ അത് അറ്റൻഡ് ചെയ്യാം, ഒരു 1/2 മണിക്കൂർ. പിന്നെ ഭഗവാന്റെ ഡ്യൂട്ടി വരുന്ന രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇറങ്ങുക. അത് കുറച്ച് ദിവസത്തെ വർക്ക് ഉണ്ട്, ആ വർക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. കാരണം നമ്മുടെ പണിയെടുക്കലാണ്, പ്രവൃത്തിയാണ്, കർമ്മമാണ് റിസൾട്ട് തരുന്നത്. അപ്പൊ കർമ്മം ചെയ്താൽ മതി, നിങ്ങൾ വലിയ ഉപവാസം എടുക്കുക, വലിയ ഇത് പഠിക്കുക ഒന്നും വേണ്ട, അത് ചെയ്താൽ മതി എന്നുള്ള ആ സിംപ്ലിസിറ്റി ആവും. പിന്നെ എൻ്റെ ഒരു ബിഹേവിയർ അങ്ങനെയാണ്. നമ്മൾ കൂട്ടത്തില് ഞാൻ അവരെ കൂടെ നിന്നിട്ട് ഒരു ട്രൗസർ ഇട്ടിട്ട് ടീഷർട്ട് ഇട്ട് പണിയെടുക്കും. അപ്പൊ ആ ഒരു വേറിട്ട ഒരാളായിട്ട് തോന്നില്ല. കാരണം പലപ്പോഴും ഗുരുക്കന്മാർ ഒരു പീഠം ഉണ്ടാവും, പീഠത്തിലിരിക്കും, ബാക്കിയുള്ള താഴ്ത്തിയിരിക്കും. അപ്പൊ ആ ഒരു ഇതല്ല, എന്നെ എല്ലാവരും രജിത്തായിട്ടെന്നാ വിളിക്കുക, ഗുരു ഒരാൾ പോലും വിളിക്കാറില്ല. അപ്പൊ കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്ന ആളായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ മൊത്തം ഇതിനൊരു മാസുപടാക്കി. അപ്പൊ അപ്പൊ ജൻസികൾക്ക് ഇഷ്ടമായി തുടങ്ങി, അവര് ഭയങ്കര സന്തോഷത്തോടു കൂടി. പക്ഷെ അതിന്റെ ഗുണം എന്താ അറിയാ, ഞാൻ ഉറപ്പ് പറയാം, നമ്മൾ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്ന ഒരാളും ലഹരിക്ക് പോവില്ല. നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാൾ പോലും ലഹരിക്ക് അടിമയാവില്ല. അത് അവര് മാത്രമല്ല, അവരുടെ കുടുംബത്തിനും അടുത്ത തലമുറയ്ക്കും ഗുണമായിട്ട് വരിക. അപ്പൊ അതൊരു വലിയൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അതാണ് ജൻസികളുടെ എന്ന് പറയാൻ പറ്റാത്തൊരു കാര്യം. പഴനിയെ പറ്റിയിട്ട് അല്ല, പഴനി ആറുപട വീട്ടിലൊന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജ്ഞാനദണ്ഡ ഇത് പണിയിരിക്കുന്ന സ്ഥലമാണ്, ഭോഗർ മഹർഷിയുടെ സമാധിയുള്ള സ്ഥലമാണ്. പഴനിമലയ്ക്ക് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വലിയൊരു എനർജി സോഴ്സിന്റെ അവിടേക്കാണ് ചെല്ലണത്. അത് വലിയൊരു ലോകം മുഴുവൻ ഭരിച്ച ഒരു വലിയൊരു ലെജൻഡിനെ പ്രാർത്ഥിക്കാനാണ് പോണത്. അദ്ദേഹത്തിന്റെ കാലാണത്. ഇത് 3 മനസ്സിൽ വിചാരിച്ച് പഴനിമലയ്ക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ പാദത്തിൽ സമർപ്പിച്ച് ആത്മാർത്ഥയോടുകൂടി പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി ആ പഴനിമല ഒരു ഗിരിവലം 2.5 കിലോമീറ്റർ പഴനിമല ഒന്ന് ചുറ്റിക്കഴിഞ്ഞാൽ
അതിൻ്റെ അനുഭൂതി നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും അറിയാൻ പറ്റും. അവിടെ വേണ്ടത് നമ്മുടെ ഒരു ആത്മാർത്ഥത്തോടുകൂടി ചെല്ലുക, സത്യസന്ധമായി ചെല്ലുക, പൂർണ്ണമായി വിശ്വസിച്ച് ചെല്ലുക. ഇത് മൂന്നും മതി. മുട്ടടിക്കണോ പഴനി പോയിട്ട്? ചെയ്യാം, തീർച്ചയായും. അതൊരു അവിടുത്തെ ഒരു ആചാരമാണ്. അപ്പോ നമ്മുടെ അഹന്തയും ഈഗോ ഒക്കെ കളയുക എന്ന അർത്ഥം തന്നെ ഉള്ളൂ അല്ലേ? അത് ചെയ്യണത് ആ ഒരു എന്താ പറയാ, അത് കളഞ്ഞ് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാണ്ടെയും ഭഗവാന്റെ മുമ്പിൽ ഈഗോ ഒക്കെ സമർപ്പിക്കാം. അതിനായിട്ടാണ് ഏത് വേണമെങ്കിൽ. കാരണം അദ്ദേഹമാണ് ലോകത്തെ സംസ്കാരങ്ങൾ ഭൂമിയിൽ കൊണ്ടുവന്ന ആളെന്ന് മനസ്സിലാക്കുക. വീണ്ടും അദ്ദേഹത്തിന്റെ കാലമാണെന്ന് മനസ്സിലാക്കുക. അത് മതി.